ഗുഡ് മോർണിംഗ് ഓൾ. വെൽക്കം ടു എഡ്രീം ക്ലാസ് റൂം. നമ്മളിന്ന് ഇൻട്രഡക്ഷൻ ടു സോഷ്യോളജിയിലെ 3rd ബ്ലോക്കിലെ 9th യൂണിറ്റിലേക്കാണ് കിടക്കുന്നത്. ബ്ലോക്ക് 3 യൂണിറ്റ് 9. എന്താണ് ചാപ്റ്ററിൻ്റെ പേര് നോക്കാം. സോഷ്യൽ ഗ്രൂപ്പ് ആൻഡ് കമ്മ്യൂണിറ്റി. സാമൂഹിക ഗ്രൂപ്പുകളെ കുറിച്ചും കമ്മ്യൂണിറ്റിയെ കുറിച്ചുമാണ് നമ്മൾ ഈ ഒരു ചാപ്റ്ററിലൂടെ ഡിഫൈൻ ചെയ്യുന്നത്. സാമൂഹിക ഗ്രൂപ്പുകളും കമ്മ്യൂണിറ്റിയും. അപ്പോൾ സോഷ്യൽ ഗ്രൂപ്പ് ആൻഡ് കമ്മ്യൂണിറ്റി എന്ന് പറയുമ്പോൾ അതിൽ ഡെഫിനിഷനിലേക്ക് നോക്കാം. നമുക്ക് പ്രധാനമായും 3 ഡെഫിനിഷനാണുള്ളത്. ബൊഗാർഡ്സിൻ്റെയും കിങ്സ്ലി ഡേവിസിൻ്റെയും ജീൻസ്ബർഗിൻ്റെയും. അതിന് 3 ഡെഫിനിഷനിലൂടെയാണ് സോഷ്യൽ ഗ്രൂപ്പ് ആൻഡ് കമ്മ്യൂണിറ്റി ഇവിടെ നിർവചിക്കുന്നത്. അപ്പോൾ ആദ്യം നമുക്ക് ബൊഗാർഡ്സ് എന്താണ് ഡിഫൈൻ ചെയ്യുന്നത് എന്ന് പരിശോധിക്കാം. According to Bogarts, community is a social group with some degree of feeling and living in a given area. ഒരു നിശ്ചിത പ്രദേശത്ത് താമസിക്കുന്നവരുടെ ഫീലിങ്സും അതേപോലെ തന്നെ എന്താണ് അതിൻ്റെ ഡിഗ്രിയെ കുറിച്ചാണ് അവിടെ വ്യക്തമാക്കുന്നത്. കമ്മ്യൂണിറ്റി എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത്, സോഷ്യൽ ഗ്രൂപ്പിൽ കമ്മ്യൂണിറ്റി എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത് എന്നാണ് ആര് പറയുന്നത്? ബൊഗാർട്സ് പറയുന്നത്. അക്കോർഡിംഗ് ടു ബൊഗാർട്സ്, കമ്മ്യൂണിറ്റി ഈസ് എ സോഷ്യൽ ഗ്രൂപ്പ് വിത്ത് സം ഡിഗ്രി ഓഫ് ഫീലിംഗ് ആൻഡ് ലിവിങ് ഇൻ എ ഗിവൺ ഏരിയ. അതായത് കമ്മ്യൂണിറ്റി എന്ന് പറയുമ്പോൾ സാമൂഹിക ഗ്രൂപ്പിലുള്ള എന്താണ് ഫീലിങ്സും ലിവിങ്സും, അവരുടെ ജീവിതവും അവരുടെ ചിന്തകളുമാണ് എന്തെന്ന് ഉദ്ദേശിക്കുന്നത്. സാമൂഹിക ഗ്രൂപ്പിലെ കമ്മ്യൂണിറ്റി എന്നതുകൊണ്ട് ആരർത്ഥമാക്കുന്നത്? ബൊഗാർട്സ്. ഇനി കിങ്സ്ലി ഡേവിസ് എന്താണ് വ്യക്തമാക്കുന്നത് എന്ന് നമുക്ക് നോക്കാം. ഫോർ കിങ്സ്ലി ഡേവിസ്, കമ്മ്യൂണിറ്റി ഈസ് ദ സ്മാളസ്റ്റ് ടെറിറ്റോറിയൽ ഗ്രൂപ്പ് ദാറ്റ് ക്യാൻ എംബ്രേസസ് ഓൾ ആസ്പെക്ട് ഓഫ് സോഷ്യൽ ലൈഫ്. സാമൂഹിക ജീവിതത്തിലെ ഒരു സ്മാളസ്റ്റ് ടെറിറ്റോറിയൽ ഗ്രൂപ്പുകളെയാണ് കമ്മ്യൂണിറ്റി എന്ന് പറയുന്നത് എന്നാണ് കിങ്സ്ലി ഡേവിസ് അഭിപ്രായപ്പെടുന്നത്. കമ്മ്യൂണിറ്റി ഈസ് ദ സ്മാളസ്റ്റ് ടെറിറ്റോറിയൽ ഗ്രൂപ്പ് ദാറ്റ് എംബ്രാസസ് ഓൾ ആസ്പെക്ട് ഓഫ് സോഷ്യൽ ലൈഫ്. സാമൂഹിക ജീവിതത്തിൽ ഉണ്ടാകുന്ന ചെറിയ ചെറിയ ഗ്രൂപ്പുകളെയാണ് കമ്മ്യൂണിറ്റി എന്ന് പറയുന്നത് എന്നാണ് ആരുടെ അഭിപ്രായത്തില്? കിങ്സ്ലി ഡേവിസ്. അടുത്തതാണ് ജീൻസ്ബർഗ്. ജീൻസ്ബർഗിന്റെ അഭിപ്രായത്തിൽ ജീൻസ്ബർഗ് ഡിഫൈൻ കമ്മ്യൂണിറ്റി ആസ് എ ഗ്രൂപ്പ് ഓഫ് സോഷ്യൽ ബീയിങ് ലിവിംഗ് എ കോമൺ ലൈഫ് ഇൻക്ലൂഡിംഗ് ഓൾ ദ ഇൻഫിനിറ്റ് വെറൈറ്റി ആൻഡ് കോംപ്ലക്സിറ്റി ഓഫ് റിലേഷൻ വിച്ച് റിസൾട്ട് ഫ്രം ദാറ്റ് കോമൺ ലൈഫ് വിച്ച് കോൺസ്റ്റിറ്റ്യൂട്ട് ഇറ്റ്. അതായത് ജീൻസ്ബർഗിന്റെ അഭിപ്രായത്തിൽ കമ്മ്യൂണിറ്റി ആസ് എ ഗ്രൂപ്പ് ഓഫ് സോഷ്യൽ ബീയിങ്സ് ലിവിംഗ് എ കോമൺ ലൈഫ് including all the infinite variety and complexity of relation which result from that common life which constitute it. അതായത് സാമൂഹിക ജീവിതത്തിൽ ഉണ്ടാകുന്ന പൊതുവായിട്ടുള്ള ജീവിത രീതികളും അതേപോലെ തന്നെ കോംപ്ലക്സിറ്റി സങ്കീർണതയെയും പ്രതിപാദിപ്പിക്കുന്ന ഒരു തിയറി എന്ന നിലയ്ക്കാണ് ജീൻസ്ബർഗ് ഇതിനെ പറയുന്നത് കമ്മ്യൂണിറ്റി ആസ് എ ഗ്രൂപ്പ് ഓഫ് സോഷ്യൽ ബീയിങ് ലിവൺ കോമൺ ലൈഫ്. പൊതുവായിട്ടുള്ള ഒരു ജീവിതത്തിൽ എന്തൊക്കെ ഉണ്ടാകാം? ഇൻഫിനിറ്റ് വെറൈറ്റി ആയിട്ടുള്ള കാര്യങ്ങൾ ഉണ്ടാവാം, കോംപ്ലക്സിറ്റി സങ്കീർണമായ കാര്യങ്ങൾ ഉണ്ടാവാം. അവയുടെയൊക്കെ ഒരു ഫലമാണ് സാധാരണ ജീവിതം എന്നാണ് ആര് പറയുന്നത്? ജീൻസ്ബർഗ് പറയുന്നത്. അപ്പൊ കമ്മ്യൂണിറ്റിയെ കുറിച്ചുള്ള ഡെഫിനിഷൻ ആണ് യൂണിറ്റ് 9 ഫസ്റ്റ് ടോപ്പിക് ആയിട്ട് വരുന്നത്. അതിൽ ബൊഗാർട്സ് പറയുന്നതുണ്ട്, കിങ്സ്ലി ഡേവിസ് പറയുന്നതുണ്ട്, ജീൻസ്ബർഗ് പറയുന്നതുണ്ട്. ഈ 3 ആൾ പറയുന്നതാണ് നമ്മളിവിടെ വിശകലനം ചെയ്തത്. അടുത്ത ടോപ്പിക്കാണ് ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് കമ്മ്യൂണിറ്റി. എന്താണ് കമ്മ്യൂണിറ്റിയുടെ സവിശേഷത? ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് കമ്മ്യൂണിറ്റിയുടെ സവിശേഷതകൾ എന്തൊക്കെയാണ്? അതായത് ഒരു കമ്മ്യൂണിറ്റിയുടെ സവിശേഷത പറഞ്ഞാൽ ഡെഫിനിറ്റ് ടെറിറ്ററി ആയിരിക്കും. ഒരു നിശ്ചിത പ്രദേശമായിരിക്കും. ഡെഫിനിറ്റ് ടെറിറ്ററി ആയിരിക്കും കമ്മ്യൂണിറ്റിയുടെ ഫസ്റ്റ് പ്രത്യേകത. പിന്നെ എന്താണ്? പോപ്പുലേഷൻ ഉണ്ടായിരിക്കും. പിന്നെ എന്താണ്? ക്ലോസ് സോഷ്യൽ റിലേഷൻഷിപ്പ്, വളരെ അധികം ബന്ധമുള്ള സാമൂഹിക ബന്ധം പുലർത്തുന്നതായിരിക്കും. കൾച്ചറൽ സിമിലാരിറ്റി,
സാംസ്കാരികപരമായ സാമ്യം ഉണ്ടായിരിക്കും, ഫീലിങ്സ് ഉണ്ടായിരിക്കും, ഓർഗനൈസ്ഡ് ഇന്ററാക്ഷൻ ഒരു കൂട്ടായ്മ ഉണ്ടായിരിക്കും. ഇതൊക്കെയാണ് ഏതിന്റെ സവിശേഷതയായി ചൂണ്ടിക്കാണിക്കുന്നത്? കമ്മ്യൂണിറ്റിയുടെ സവിശേഷത. അപ്പൊ ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് കമ്മ്യൂണിറ്റി എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എന്തൊക്കെയാണ് കമ്മ്യൂണിറ്റിയുടെ ക്യാരക്ടർ? ഡെഫിനിറ്റ് ടെറിറ്ററി, പോപ്പുലേഷൻ, ക്ലോസ് സോഷ്യൽ റിലേഷൻഷിപ്പ്, കൾച്ചറൽ സിമിലാരിറ്റി, ഫീലിംഗ്, ഓർഗനൈസ്ഡ് ഇന്ററാക്ഷൻ. ഇത്രയും കാര്യങ്ങളെയാണ് കമ്മ്യൂണിറ്റിയുടെ സവിശേഷത എന്നറിയപ്പെടുന്നത്. അടുത്ത ടോപ്പിക്കിലേക്ക് കടക്കാം. ഗ്രേറ്റ് ആൻഡ് ലിറ്റിൽ കമ്മ്യൂണിറ്റി. ഗ്രേറ്റ് ആൻഡ് ലിറ്റിൽ കമ്മ്യൂണിറ്റി. എന്താണ് ഗ്രേറ്റ് ആൻഡ് ലിറ്റിൽ കമ്മ്യൂണിറ്റി എന്ന് നമുക്ക് നോക്കാം. അതായത് ഗ്രേറ്റ് ആൻഡ് ലിറ്റിൽ കമ്മ്യൂണിറ്റി എന്ന് പറയുമ്പോൾ എന്തൊക്കെ കാര്യങ്ങളാണ് അതിൽ ഉൾപ്പെടുന്നത് എന്ന് നമുക്ക് ശ്രദ്ധിക്കാം. In spite of expansion of the community to the dimension of the nation and the world, അതായത് ഗ്രേറ്റ് ആൻഡ് ലിറ്റിൽ കമ്മ്യൂണിറ്റി. ഗ്രേറ്റ് കമ്മ്യൂണിറ്റി പറഞ്ഞാൽ വലിയ കമ്മ്യൂണിറ്റി, ലിറ്റിൽ കമ്മ്യൂണിറ്റി പറഞ്ഞാൽ ചെറിയ കമ്മ്യൂണിറ്റി. അപ്പൊ ഗ്രേറ്റ് ആൻഡ് ലിറ്റിൽ കമ്മ്യൂണിറ്റി പറഞ്ഞാൽ എന്താണ് ഇവിടെ? ഇൻ സ്പൈറ്റ് ഓഫ് ദ എക്സ്പാൻഷൻ ഓഫ് ദ കമ്മ്യൂണിറ്റി ടു ദ ഡയമെൻഷൻ ഓഫ് ദ നാഷൻ ആൻഡ് ദ വേൾഡ്. അതായത് in spite of expansion of the community of the dimension of the nation and the world, ഏതൊരു നാഷനിലും ലോകത്തിലും രാജ്യത്തിലായാലും വേൾഡിലായാലും എന്തുണ്ടായിരിക്കും? കമ്മ്യൂണിറ്റിയിൽ വളർച്ച ഉണ്ടായിരിക്കും. ദ സ്മാളർ കമ്മ്യൂണിറ്റി സ്റ്റിൽ റിമെയിൻ വിയബിൾ യൂണിറ്റ്. ഒരു സ്മാളർ കമ്മ്യൂണിറ്റി ആയിരിക്കുമ്പോൾ കുറച്ച് കാര്യങ്ങളായിരിക്കും അതിലുണ്ടായിരിക്കുക. The nation or the world does not eliminate the village or neighborhood, though they may be changed in character. ഒരു നാഷൻ ആയാലും ഒരു രാജ്യമായാലും വേൾഡ് ആയാലും എന്തിനെ എലിമിനേറ്റ് ചെയ്യുന്നുണ്ട്? വില്ലേജ് ഓർ നെയ്ബർഹുഡ്. എന്തിനെ എലിമിനേറ്റ് ചെയ്യുന്നില്ല എന്നാ പറയുന്നത്? വില്ലേജിനെയും നെയ്ബർഹുഡിനെയും ഒരിക്കലും അവിടെ എലിമിനേറ്റ് ചെയ്യുന്നില്ല. ആര്? നാഷനായാലും വേൾഡ് ആയാലും. കാരണം എന്താണ്? അതിന്റെ സ്വഭാവത്തിൽ മാറ്റം വരുത്താനാണ് ശ്രമിക്കുന്നത്. ദ നാഷൻ ഓർ ദ വേൾഡ് ഡസ് നോട്ട് എലിമിനേറ്റ് വില്ലേജ് ഓർ നെയ്ബർഹുഡ്. ഒരു രാജ്യമായാലും വേൾഡ് ആയാലും ലോകമായാലും വില്ലേജിനെയും അയൽബന്ധങ്ങളെയും ഒരിക്കലും ഒഴിവാക്കില്ല. ഗ്രാമത്തെയും നെയ്ബർഹുഡിനെയും ഒരിക്കലും ഒഴിവാക്കില്ല. അതിന്റെ ക്യാരക്ടറിൽ മാറ്റം വരുത്താനാണ് ശ്രമിക്കുന്നത്. അതുകൊണ്ട് നമുക്ക് ലാർജർ കമ്മ്യൂണിറ്റി എന്തൊക്കെയാണ് പ്രൊവൈഡ് ചെയ്യുക എന്നാണ് നമ്മൾ പറയുന്നത്. ഒരു ലാർജർ കമ്മ്യൂണിറ്റി എന്തൊക്കെ കാര്യങ്ങളാണ് പ്രൊവൈഡ് ചെയ്യുക? പീസ്, പ്രൊട്ടക്ഷൻ, പാട്രിയോട്ടിസം ആൻഡ് സംടൈം വാർ, ഓട്ടോമൊബൈൽ ആൻഡ് ദ റേഡിയോ. ഒരു ലാർജർ കമ്മ്യൂണിറ്റി പ്രൊവൈഡ് ചെയ്യുന്നത് എന്തൊക്കെ കാര്യങ്ങളാ? പീസ് സമാധാനം, പ്രൊട്ടക്ഷൻ സംരക്ഷണം, പാട്രിയോട്ടിസം ദേശീയവാദം, അതേപോലെ വാറ്, ഓട്ടോമൊബൈൽസ്, റേഡിയോ തുടങ്ങിയ കാര്യങ്ങളാണ് ഒരു ലാർജർ കമ്മ്യൂണിറ്റി പ്രൊവൈഡ് ചെയ്യുക. എന്നാൽ ഒരു സ്മാളർ കമ്മ്യൂണിറ്റി പ്രൊവൈഡ് ചെയ്യുന്നത് എന്തൊക്കെയാണ്? ഫ്രണ്ട്സ് ആൻഡ് ഫ്രണ്ട്ഷിപ്പ്, ഗോസിപ്പ്, ഫേസ് ടു ഫേസ്, റൈവലറി, ലോക്കൽ പ്രൈഡ് ആൻഡ് അബോർഡ്. എന്തൊക്കെ കാര്യങ്ങളാണ് ഒരു സ്മാളർ കമ്മ്യൂണിറ്റി പ്രൊവൈഡ് ചെയ്യുന്നത്? ഫ്രണ്ട്സ് ആൻഡ് ഫ്രണ്ട്ഷിപ്പ്, ഗോസിപ്പ്, ഫേസ് ടു ഫേസ്, റൈവലറി മുഖാമുഖമുള്ള പ്രശ്നങ്ങള്, ലോക്കൽ പ്രൈഡ് ആൻഡ് അബോർഡ്. ഇത്രയും കാര്യങ്ങളാണ് ഒരു സ്മാളർ കമ്മ്യൂണിറ്റി അഥവാ ലിറ്റിൽ കമ്മ്യൂണിറ്റി പ്രൊവൈഡ് ചെയ്യുന്നത്. അപ്പൊ നമ്മള് ഗ്രേറ്റ് കമ്മ്യൂണിറ്റി ആൻഡ് ലിറ്റിൽ കമ്മ്യൂണിറ്റി എന്താണെന്നാണ് ഈ ഓരോ ടോപ്പിക്കിലൂടെ മനസ്സിലാക്കിയത്. ഇനി നമ്മൾക്ക് എടുക്കാനുള്ളത് ബേസ് ഓഫ് കമ്മ്യൂണിറ്റിയാ. കമ്മ്യൂണിറ്റിയുടെ അടിസ്ഥാനങ്ങൾ എന്തൊക്കെയാണ് കമ്മ്യൂണിറ്റിയുടെ ബേസ് എന്നാണ് ഇനി നമ്മൾ നോക്കുന്നത്. എന്തൊക്കെ കാര്യങ്ങളാണ് കമ്മ്യൂണിറ്റിയുടെ ബേസ് ആയിട്ട് ഇവിടെ പറയുന്നത് എന്ന് നമുക്ക് നോക്കാം. അതായത് കമ്മ്യൂണിറ്റിയുടെ ബേസ് ആയിട്ട് രണ്ടെണ്ണാണുള്ളത്. ബേസ് ഓഫ് കമ്മ്യൂണിറ്റിയിൽ രണ്ട് ബേസുകളുണ്ട്. ലൊക്കാലിറ്റി ഉണ്ട്, അതേപോലെ കമ്മ്യൂണിറ്റി സെന്റിമെന്റും ഉണ്ട്. ബേസ് ഓഫ് കമ്മ്യൂണിറ്റിയിൽ രണ്ട് പോയിന്റ്സുകളാണുള്ളത്. ലൊക്കാലിറ്റിയും വരും, കമ്മ്യൂണിറ്റി സെന്റിമെന്റും വരും. അതിലെന്താണ് ലൊക്കാലിറ്റി എന്ന് നമുക്ക് നോക്കാം. ഞാനിവിടെ കൂടുതൽ എക്സ്പ്ലെയിൻ ചെയ്തിട്ടിട്ടില്ല, പോയിന്റ് ആണ് ഇട്ടിട്ടുള്ളത്. നമുക്ക് എന്താണ് അതിൽ വരുന്നത് എന്ന് നോക്കാം. ലൊക്കാലിറ്റി
എ കമ്മ്യൂണിറ്റി ആൾവേസ് ഓക്യുപ്പൈസ് എ ജോഗ്രഫിക്കൽ ഏരിയ. ലൊക്കാലിറ്റി ഈസ് ദ ഫിസിക്കൽ ബേസിസ് ഓഫ് കമ്മ്യൂണിറ്റി. അതായത് ഇവിടെ ലൊക്കാലിറ്റി എന്ന് പറഞ്ഞാൽ എന്താണ്? പ്രദേശമായ ഒരു കമ്മ്യൂണിറ്റിയുടെ അടിസ്ഥാനമാണ് ലൊക്കാലിറ്റി. ആ ലൊക്കാലിറ്റി എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എപ്പോഴും എന്താണ്? കമ്മ്യൂണിറ്റി ആൾവേസ് ഓക്യുപ്പൈസ് എ ജോഗ്രഫിക്കൽ ഏരിയ. അതായത് സമൂഹം എപ്പോഴും ഒരു ഭൂമിശാസ്ത്രപരമായ ഏരിയയിലായിരിക്കും, അല്ലെ? ഒരു ഭൂമിശാസ്ത്രപരമായിട്ടുള്ള വലിയ കുന്നുമുകളിൽ ഒരുപാട് സമൂഹം പോയി താമസിക്കില്ല. ഒരു ജോഗ്രഫിക്കൽ ഏരിയയെ ഡിപ്പെൻഡ് ചെയ്തുകൊണ്ടാണ് ഒരു സമൂഹം നിലനിൽക്കുന്നത്. എ കമ്മ്യൂണിറ്റി ആൾവേസ് ഓക്യുപ്പൈസ് എ ജോഗ്രഫിക്കൽ ഏരിയ. ലൊക്കാലിറ്റി ഈസ് ദ ഫിസിക്കൽ ബേസിസ് ഓഫ് കമ്മ്യൂണിറ്റി. അതുകൊണ്ട് തന്നെ പ്രദേശം സമൂഹത്തിന്റെ ഭൗതിക അടിസ്ഥാനമാണ്. ലൊക്കാലിറ്റി ഈസ് ഫിസിക്കൽ ബേസിസ് ഓഫ് കമ്മ്യൂണിറ്റി. അതായത് ലൊക്കാലിറ്റി എന്ന് പറയുന്നത് കമ്മ്യൂണിറ്റിയുടെ എന്താണ്? ഒരു ഭൗതിക അടിസ്ഥാനമാണ്. ലൊക്കാലിറ്റി ഈസ് ദ ഫിസിക്കൽ ബേസിസ് ഓഫ് കമ്മ്യൂണിറ്റി. ലൊക്കാലിറ്റി എപ്പോഴും കമ്മ്യൂണിറ്റിയുടെ ഫിസിക്കൽ ബേസിസ് ആണ്. ഈവൻ എ നോംഡ് കമ്മ്യൂണിറ്റി, എ ബാൻഡ് ഓഫ് ജിപ്സെറ്റ് ഫോർ എക്സാമ്പിൾ ആസ് എ ലോക്കൽ ദോ ചേഞ്ചിങ് ഹാബിറ്റേഷൻ. അതേപോലെ തന്നെ ഉദാഹരണമായിട്ട് ഇവിടെ പറയാണ്, നാടോടി സമൂഹത്തിലൊക്കെ ഉണ്ടാകുന്ന ഇവിടെ എന്താ ഉദ്ദേശിക്കുന്നത്? എ ബാൻഡ് ഓഫ് ജിപ്സസ് ഫോർ എക്സാമ്പിൾ ആസ് എ ലോക്കൽ ദോ ചേഞ്ചിങ് ഹാബിറ്റേഷൻ. At every moment, members occupy together a definite place in Earth's surface. Most communities are settled and derive a strong bond of solidarity from physical proximity. അതായത് നാടോടി സമൂഹത്തിലൊക്കെ ഉണ്ടാകുന്ന അവരെപ്പോഴും പ്രാദേശികമായി ലൊക്കാലിറ്റി മാറിക്കൊണ്ടിരിക്കുന്നവരായിരിക്കും. അപ്പൊ ലൊക്കാലിറ്റി എന്ന് പറയുമ്പോൾ ബേസ് ഓഫ് കമ്മ്യൂണിറ്റിയുടെ പ്രധാനപ്പെട്ട ബേസ് ആണ് ലൊക്കാലിറ്റി. പക്ഷേ നാടോടി സമൂഹത്തിനെ സംബന്ധിച്ചിടത്തോളം അവര് ഒരു സ്ഥലത്ത് തന്നെ താമസിക്കില്ല. നാടോടികൾ എങ്ങനെയാണ്? അവര് ഓരോ കാലാവസ്ഥ വ്യതിയാനത്തിനനുസരിച്ചിട്ട് അവരുടെ പ്ലേസ് മാറിക്കൊണ്ടിരിക്കും. അപ്പോ നാടോടി സമൂഹത്തെ സംബന്ധിച്ചിടത്തോളം ലൊക്കാലിറ്റി എന്ന് പറയുന്നത് എപ്പോഴും മാറിക്കൊണ്ടിരിക്കുന്ന ഒരു ഘടകമാണ്. ഓരോ നിമിഷവും അതിലെ അംഗങ്ങൾ ഭൂമിയുടെ ഉപരിതലത്തിലെ ഒരു നിശ്ചിത സ്ഥാനം ഒരുമിച്ച് ഉൾക്കൊള്ളുന്നു. മിക്ക സമൂഹങ്ങളും സ്ഥിരതാമസക്കാരായിരുന്നു. എന്നാലോ അപ്പോൾ നാടോടികളെ സംബന്ധിച്ച് ലൊക്കാലിറ്റി എന്ന് പറയുന്നത് എപ്പോഴും മാറിക്കൊണ്ടിരിക്കും. അല്ലാത്ത സമൂഹം എപ്പോഴും സ്ഥിരമായിട്ട് ഒരു സ്ഥലത്ത് തന്നെ താമസിക്കും, അല്ലെ? നാടോടി സമൂഹങ്ങൾ മാത്രമാണ് ഒരു സ്ഥലത്ത് നിന്നും വേറൊന്നൊരു സ്ഥലത്തേക്ക് മാറി മാറി കൊണ്ടുപോവുക. പക്ഷെ അല്ലാത്ത ആളുകൾ എപ്പോഴും ഒരു ലൊക്കാലിറ്റിയിൽ തന്നെ ഒരുമിച്ച് താമസിക്കും. അതാണ് ലൊക്കാലിറ്റി എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത്. ഇനി കമ്മ്യൂണിറ്റി സെന്റിമെന്റ് എന്താ നോക്കാം. കമ്മ്യൂണിറ്റി വികാരം. അപ്പൊ ബേസ് ഓഫ് കമ്മ്യൂണിറ്റിയുടെ രണ്ടാമത്തെ പോയിന്റ് ആണ് കമ്മ്യൂണിറ്റി സെന്റിമെന്റ്. എ പീപ്പിൾ ഓക്യുപ്പൈയിങ് സ്പെസിഫിക് ലോക്കൽ ഏരിയ വിച്ച് ലാക്ക് ദ സോഷ്യൽ coherence necessary to give them a community character in today's world. For example, the resident of a ward or district or large city many lack sufficient contact or common interest in still conscious identification with the area. അതായത് ഇവിടെ എന്താ പറയുന്നത്? കമ്മ്യൂണിറ്റി സെന്റിമെന്റ് എന്ന് പറഞ്ഞാല് ഒരു അതായത് കമ്മ്യൂണിറ്റി സെന്റിമെന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് പ്രാദേശിക പ്രദേശങ്ങൾ കൈവശപ്പെടുത്തിയ ആളുകൾ ഇന്നത്തെ ലോകത്ത് അവർക്കൊരു സമൂഹ സ്വഭാവം നൽകാൻ ആവശ്യമായ സാമൂഹിക യോജിപ്പ് ഉണ്ടാക്കാൻ ശ്രമിക്കുന്നു. ഉദാഹരണത്തിന് ഒരു വാർഡിലോ ജില്ലയിലോ വലിയ നഗരത്തിലോ നിവാസികൾക്ക് പ്രദേശവുമായി ബോധപൂർവമായ ഐഡന്റിഫിക്കേഷൻ വളർത്തിയെടുക്കേണ്ടത് ആവശ്യമായ ബന്ധങ്ങളോ പൊതു താല്പര്യങ്ങളോ ഇല്ലായിരിക്കാം. അപ്പൊ ഇവിടെ എന്താ പറയുന്നത്? കമ്മ്യൂണിറ്റി സെന്റിമെന്റ് പറഞ്ഞു കഴിഞ്ഞാല് നമുക്കറിയാം, പീപ്പിൾ ഓക്യുപ്പൈ സ്പെസിഫിക് ലോക്കൽ ഏരിയ വിച്ച് ലാക്ക് ദ സോഷ്യൽ കൊഹറൻസ് നെസസറി ടു ഗീവൺ ദം എ കമ്മ്യൂണിറ്റി ക്യാരക്ടർ ഇൻ ടുഡേ വേൾഡ്. അതായത് ഇന്നത്തെ ലോകത്ത് ഒരു സമൂഹ സ്വഭാവം നൽകാൻ ആവശ്യമായ സാമൂഹിക യോജിപ്പ് അത്യാവശ്യമാണ്. നമുക്ക് നമ്മുടെ സമൂഹത്തിൽ ഒരു സ്ഥാനം ലഭിക്കണമെങ്കിൽ
നമ്മൾ ആ സമൂഹത്തിലെ ആളുകളുമായി ഇടപഴകേണ്ടത് അത്യാവശ്യമാണ്. ഇന്നത്തെ ലോകത്ത് ഒരു സമൂഹ സ്വഭാവം നൽകാൻ ആവശ്യമായ സാമൂഹിക യോജിപ്പ് അത്യാവശ്യമാണ്. അതുകൊണ്ട് തന്നെ വാർഡിലായാലും ജില്ലയിലായാലും നഗരത്തിലായാലും ആളുകൾക്ക് ബോധപൂർവമായ ഒരു ഐഡന്റിഫിക്കേഷൻ വളർത്തിയെടുക്കാൻ ആവശ്യമായ ബന്ധങ്ങൾ ഇല്ലായിരിക്കാം. പക്ഷേ അത്തരം ബന്ധങ്ങൾ ഉണ്ടാക്കേണ്ടത് ഇന്നത്തെ കാലഘട്ടത്ത് അത്യാവശ്യമാണ്. ഇപ്പൊ നമ്മൾ എവിടെ താമസിക്കുകയാണെങ്കിലും നെയ്ബർഹുഡ് ഉണ്ടാക്കേണ്ടത് അത്യാവശ്യമാണ്. ദ നെയ്ബർഹുഡ് ഈസ് നോട്ട് എ കമ്മ്യൂണിറ്റി ബിക്കോസ് ഇറ്റ് ഡസ് നോട്ട് പൊസസ് ഫീലിംഗ് ബിലോങ് ടുഗദർ. നമുക്ക് ഏത് പ്രദേശത്ത് നമ്മൾ താമസിക്കുകയാണെങ്കിലും അയൽപ്പക്കം ഒരു സമൂഹമല്ല, അത് മറ്റുള്ളവരുമായിട്ട് ഒരു ബന്ധം സൃഷ്ടിക്കലാണ്. അപ്പൊ അയൽപ്പക്കം എന്നത് വളരെ അത്യാവശ്യമായ ഘടകമാണ് എന്നാണ് ഇവിടെ പറയുന്നത്. അതാണ് കമ്മ്യൂണിറ്റി സെന്റിമെന്റ് എന്നുകൊണ്ട് അർത്ഥമാക്കുന്നത്. അപ്പൊ ഈ ബേസ് ഓഫ് കമ്മ്യൂണിറ്റി ചോദിച്ചാൽ ലൊക്കാലിറ്റി ഉണ്ട്, കമ്മ്യൂണിറ്റി സെന്റിമെന്റ് ഉണ്ട്. ലൊക്കാലിറ്റിയിൽ നമ്മൾ എന്താ പറഞ്ഞത് നാടോടികൾക്ക് ഒരു പ്രത്യേകമായ ലൊക്കാലിറ്റി ഉണ്ടാവില്ല, അവർ മാറി മാറി താമസിക്കും. എന്നാൽ പ്രോപ്പറായി താമസിക്കുന്ന ആളുകൾക്ക് എപ്പോഴും ലൊക്കാലിറ്റി ഭൂമിശാസ്ത്രപരമായിട്ട് അത്യാവശ്യമാണ്. കമ്മ്യൂണിറ്റി സെന്റിമെന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഒരു പഞ്ചായത്തിലാണെങ്കിലും ഒരു ഡിസ്ട്രിക്റ്റിലാണെങ്കിലും ഒരു നഗരത്തിലാണെങ്കിലും നമ്മൾ എവിടെ താമസിക്കുകയാണെങ്കിലും നമുക്ക് സമൂഹവുമായി ഇടപഴകേണ്ടത് അത്യാവശ്യമാണ്. അതുകൊണ്ട് തന്നെ നമ്മളുടെ സാമൂഹിക ജീവിതത്തില് നെയ്ബേഴ്സ് നമ്മളുടെ ജീവിതത്തിൽ ബന്ധം പ്രാപിക്കേണ്ടത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ് എന്നാണ് ഇതില് കമ്മ്യൂണിറ്റി സെന്റിമെന്റിൽ വ്യക്തമാക്കുന്നത്. അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് ഈ ടോപ്പിക്കിൽ നിങ്ങൾക്ക് പറഞ്ഞു തരാനുള്ളത്. ഈ ഒരു ഭാഗത്ത് ഡെഫിനിഷൻ ഓഫ് കമ്മ്യൂണിറ്റി അത് 3 വ്യക്തികളാണ് പറയണത്. പിന്നെ അതിന്റെ ക്യാരക്ടറിസ്റ്റിക്സ്, ബേസ് ഓഫ് കമ്മ്യൂണിറ്റി. അടുത്ത കാര്യങ്ങൾ എന്തൊക്കെയെന്ന് നമുക്ക് നോക്കാം. അപ്പോൾ നെക്സ്റ്റ് ടോപ്പിക്കാണ് എലമെന്റ്സ് ഓഫ് കമ്മ്യൂണിറ്റി സെന്റിമെന്റ്. എന്താണ് കമ്മ്യൂണിറ്റി സെന്റിമെന്റിന്റെ എലമെന്റ്സുകൾ എന്ന് നമുക്ക് പരിശോധിക്കാം. പ്രധാനമായും 3 രീതിയിലാണ് കമ്മ്യൂണിറ്റി സെന്റിമെന്റ് ഉള്ളത്. ബി ഫീലിംഗ് ഉണ്ട്, റോൾ ഫീലിംഗ് ഉണ്ട്, ഡിപ്പെൻഡൻസി ഫീലിംഗ് ഉണ്ട്. എലമെന്റ് ഓഫ് കമ്മ്യൂണിറ്റി സെന്റിമെന്റ്സ് 3 രീതിയിലാണ് തരംതിരിച്ചിട്ടുള്ളത്. ഏതൊക്കെ രീതിയിൽ എന്ന് പറയുമ്പോൾ വി ഫീലിംഗ്, റോൾ ഫീലിംഗ്, ഡിപ്പെൻഡൻസി ഫീലിംഗ്. പോയിന്റ്സ് മാത്രമാണ് നമ്മൾ എഴുതിയിട്ടിട്ടുള്ളത്. അതിൽ വരുന്ന കാര്യങ്ങൾ എന്താ എന്ന് നമുക്ക് നോക്കാം. അതായത് വി ഫീലിംഗ് എന്ന് പറയുമ്പോൾ എന്താണ് വി ഫീലിംഗ്? നമ്മുടെ അനുഭവങ്ങളെയാണ് നമ്മൾ എന്ത് പറയുന്നത്? വി ഫീലിംഗ് എന്ന് പറയുക. അപ്പൊ ദിസ് ഈസ് ദ ഫീലിംഗ് ദാറ്റ് leads me to identify themselves with others so that when they say we there is no thought of distinction and when they say our there is no thought of division. അതായത് നമ്മുടെ അനുഭവങ്ങൾ എന്ന് പറയുമ്പോൾ ആ അനുഭവങ്ങൾ ഏതൊക്കെ രീതിയിലാകാം എന്നാണ് നമ്മൾ പരിശോധിക്കുന്നത്. അനുഭവം എന്നത് പറയുമ്പോൾ വേർതിരിവ് എന്ന ചിന്ത ഉണ്ടായിരിക്കാം. നമ്മുടേത് എന്ന് പറയുമ്പോൾ വേർതിരിവ് എന്ന ചിന്ത ഇല്ലാതിരിക്കാം. ദിസ് ഈസ് ഫീലിംഗ് ദാറ്റ് ലീഡ്സ് മീൻ ടു ഐഡന്റിഫൈ ദംസെൽവ്സ് വിത്ത് others so that when they say we there is no thought distinction and when they say ours there is no thought of division. അതായത് എന്താ അവിടെ പറയുന്നത്? നമ്മൾ അനുഭവം എന്ന് നമ്മൾ പറയുമ്പോൾ വേർതിരിവ് എന്ന ചിന്ത ഉണ്ടാകാതിരിക്കാനും ചിലപ്പോൾ വേർതിരിവ് എന്ന ചിന്ത ഉണ്ടാകുന്നതിനും കാരണമാകാം. അതേപോലെ പുരുഷന്മാർ മറ്റുള്ളവരുമായി തിരിച്ചറിയാൻ പ്രേരിപ്പിക്കുന്ന വികാരമാണിത്. പുരുഷന്മാർക്ക് പൊതുവായ താല്പര്യമുള്ളിടത്തെല്ലാം അങ്ങനെ ഗ്രൂപ്പ് ജീവിതത്തിലുടനീളം ഈ നമ്മൾ വികാരം കാണപ്പെടുന്നു. എന്നാൽ താല്പര്യം പ്രാദേശിക സമൂഹമാകുന്നതിനേക്കാൾ വ്യക്തമായ മറ്റൊരിടത്തും ഇത് വെളിപ്പെടുത്തുന്നു. അപ്പൊ വി ഫീലിംഗ് എന്ന് പറയുന്നത് എന്താണ്? അതായത് this is feeling that leads to men identify themselves with others so that when they say we there is no thought of distinction and when they say ours there is no thought of division. അതായത് നമ്മൾ എന്ന് പറയുമ്പോൾ വേർതിരിവ് എന്ന ചിന്ത നമ്മളിൽ ഉണ്ടാകാതിരിക്കാനും, അതായത് ഇവിടെ ചില സമയത്ത് നമ്മൾ എന്ന് പറയുമ്പോൾ വേർതിരിവിന്റെ ചിന്ത നമ്മളിലേക്ക് ഉണ്ടാകാം.
പക്ഷെ നമ്മുടേത് എന്ന് പറയുമ്പോൾ ആ ഒരു ചിന്ത ഇല്ലാതിരിക്കാനും കാരണമാകാം എന്നാണ് പറയുന്നത്. അതുകൊണ്ട് തന്നെ പുരുഷന്മാരെ മറ്റുള്ളവരുമായി തിരിച്ചറിയാൻ പ്രേരിപ്പിക്കുന്ന ഒരു വികാരത്തെയാണ് വി ഫീലിംഗ് എന്ന് പറയുന്നത്. അപ്പോ this is feeling that leads men to identify themselves with others so that when they say we there is thought distinction. we എന്ന് പറയുമ്പോൾ അവിടെ വേർതിരിവ് ഉണ്ടായിരിക്കാം. അവർ നമ്മുടേത് എന്ന് പറയുമ്പോൾ അവിടെ എന്തുണ്ടായിരിക്കില്ല, വേർതിരിവ് ഉണ്ടായിരിക്കില്ല. ഇതിനെയാണ് വി ഫീലിംഗ് എന്ന് അറിയാം. വി എന്ന് പറയുമ്പോൾ അവിടെ വേർതിരിവ് ഉണ്ടായിരിക്കാം. എന്നാൽ അവേഴ്സ് എന്നൊക്കെ പറയുമ്പോൾ അവിടെ വേർതിരിവ് ഉണ്ടായിരിക്കില്ല. നമ്മുടേത് എന്നാണ് അവിടെ പ്രയോഗം. അതിനെയാണ് ഇവിടെ ഏത് എലമെന്റ് ആയിട്ട് ചൂണ്ടിക്കാണിക്കുന്നത്, വി ഫീലിംഗ്. ഇനി എന്താണ് റോൾ ഫീലിംഗ് എന്ന് പറഞ്ഞാല്, റോൾ ഫീലിംഗ് എന്ന് പറയുമ്പോൾ ദിസ് ഫീലിംഗ് ഇൻവോൾവിംഗ് സബോർഡിനേഷൻ ടു ദ ഹോൾ ഓൺ ദ പാർട്ട് ഓഫ് ദ ഇൻഡിവിജ്വൽ is fostered by training and habitation in the daily discipline of life so that each person feel she a role to play his own function to fulfill in the reciprocal exchange of the social science. റോൾ ഫീലിംഗ് എന്ന് പറയുമ്പോൾ ഒരു വ്യക്തിയുടെ ഭാഗത്തു നിന്ന് മൊത്തത്തിൽ കീഴ്പ്പെടൽ ഉൾപ്പെടുന്ന ഒരു വികാരമാണ്. അതായത് ദൈനംദിന ജീവിത ശൈലിയിലെ പരിശീലനത്തിലൂടെയും ഈ ദൈനംദിന ജീവിതത്തിന്റെ പരിശീലനം ശീലമാക്കുന്നതിലൂടെയും വളർത്തിയെടുക്കപ്പെടുന്ന ഓരോ വ്യക്തിക്കും അവൻ നിർവഹിക്കേണ്ട കാര്യങ്ങളുമായി ബന്ധപ്പെട്ടതിനാണ് എന്ത് പറയുന്നത്, റോൾ ഫീലിംഗ്. അപ്പോ ഒരു വ്യക്തിയുടെ ഭാഗത്തു നിന്നും മൊത്തത്തിൽ ഉണ്ടാകുന്ന പ്രക്രിയയാണ് റോൾ ഫീലിംഗ്. ഈ വികാരം ദൈനംദിന ജീവിതത്തിലെ പരിശീലനത്തിലൂടെ ശീലമാക്കുകയും വളർത്തിയെടുക്കപ്പെടുകയും ചെയ്യുന്നു. ഓരോ വ്യക്തിക്കും താൻ വഹിക്കേണ്ട പങ്കും സാമൂഹിക രംഗത്തെ പരസ്പര കൈമാറ്റങ്ങൾ നിറവേറ്റേണ്ട സ്വന്തം ധർമ്മവും അനുഭവപ്പെടുന്നു. അപ്പോൾ ഒരു റോൾ ഫീലിംഗ് പറഞ്ഞ ഒരു വ്യക്തിക്ക് ഒരു ദിവസം താൻ എന്തെല്ലാം ചെയ്യണം, എന്തെല്ലാം ചെയ്യണ്ട തുടങ്ങിയ കാര്യങ്ങൾ അവന്റെ ധർമ്മം നന്നായിട്ട് അറിഞ്ഞിരിക്കണം. അങ്ങനെ സ്വന്തം ധർമ്മങ്ങൾ സ്വന്തം നിലപാടിലൂടെ ചെയ്യുന്ന പ്രവൃത്തിയെയാണ് എന്ത് പറയുക, റോൾ ഫീലിംഗ്. ദ ഫീലിംഗ് ഇൻവോൾവിംഗ് സബോർഡിനേഷൻ ടു ദ ഹോൾ ഓൺ ദ പാർട്ട് ഓഫ് ഇൻഡിവിജ്വൽ ഈസ് ഫോസ്റ്റേർഡ് ബൈ ട്രെയിനിങ് ആൻഡ് ഹാബിറ്റേഷൻ ഇൻ ദ ഡെയിലി ഡിസിപ്ലിൻ ഓഫ് ലൈഫ്. അതായത് ഒരു വ്യക്തിയുടെ ഭാഗത്ത് നിന്ന് മൊത്തത്തിൽ ഈ ഒരു രീതി എന്ന് പറയുന്നത് എങ്ങനെയായിരിക്കാം, ദൈനംദിന പ്രവർത്തനങ്ങളിലൂടെയാണ് ഈ ഒരു ഫീലിങ്സ് ഉണ്ടാക്കുക. അപ്പൊ വ്യക്തിയുടെ ഭാഗത്ത് മൊത്തത്തിൽ കീഴ്പ്പെടൽ ഉൾപ്പെടുന്ന ഈ വികാരം ദൈനംദിന ജീവിത ശൈലിയിലെ പരിശീലനത്തിലൂടെയാണ് അദ്ദേഹം എന്ത് ചെയ്യുക, വളർത്തിയെടുക്കുക. അതിന് ഓരോ വ്യക്തിയും ഓരോ ദിവസവും എന്ത് ചെയ്യണം, എന്തൊക്കെ പങ്കാണ് തമ്മൾക്കുള്ളത് എന്ന് വിലയിരുത്തുന്നതിനെയാണ് എന്ത് പറയുക, റോൾ ഫീലിംഗ്. ഇനി ഡിപ്പെൻഡൻസി ഫീലിംഗ്. ഡിപ്പെൻഡൻസി ഫീലിംഗ് എന്നുകൊണ്ട് എന്താണ് ഉദ്ദേശിക്കുന്നത് എന്ന് നമുക്ക് നോക്കാം. ഡിപ്പെൻഡ് ചെയ്യാറുണ്ട് എന്താ, ആശ്രയിക്കുക അല്ലെ, മറ്റുള്ളവരെ ആശ്രയിക്കുന്ന രീതിയിലുള്ളതിനെയാണ് നമ്മൾ എന്ത് പറയുക, ഡിപ്പെൻഡൻസി എന്ന് പറയുക. അപ്പൊ ഇവിടെ ഡിപ്പെൻഡൻസി ഫീലിംഗ് എന്ന് പറയുമ്പോൾ എന്താണ്, this refers to individual sense of dependence upon community as a necessary condition of his own life. ഓരോ വ്യക്തിയും അവരുടെ ദൈനംദിന ജീവിതത്തിൽ കമ്മ്യൂണിറ്റിയെ ഡിപ്പെൻഡ് ചെയ്യേണ്ടത് അത്യാവശ്യമാണ്, ഒരു നെസസറി കണ്ടീഷനാണ്. ഓരോ വ്യക്തിയും അവന്റെ ദൈനംദിന ഡേ ടു ഡേ ലൈഫില് കമ്മ്യൂണിറ്റിയെ ഡിപ്പെൻഡ് ചെയ്യുക എന്നത് ഒരു അത്യാവശ്യമായിട്ടുള്ള ഘടകമാണ് എന്നാണ് ഇവിടെ പറയുന്നത്. ദിസ് ഇൻവോൾവ്സ് ബോത്ത് ഫിസിക്കൽ ഡിപ്പെൻഡൻസ്. അത് ചില സമയത്ത് ഏത് രീതിയിലുള്ള ഡിപ്പെൻഡൻസി ആയിരിക്കും, ഫിസിക്കൽ ഡിപ്പെൻഡൻസ് ആയിരിക്കും. ഹിസ് ഹെർ, സ്ത്രീയോ പുരുഷനോ. ചില സാഹചര്യങ്ങളിൽ ഫിസിക്കലായിട്ടും ഡിപ്പെൻഡ് ചെയ്യാം, സൈക്കോളജിക്കലായിട്ടും ഡിപ്പെൻഡ് ചെയ്യാം. അപ്പൊ ഡിപ്പെൻഡൻസി എന്ന് പറയുന്നത് സമൂഹത്തിൽ അത്യാവശ്യമായിട്ടുള്ള ഒരു ഘടകമായിട്ടാണ് ഇതിനെ പരിഗണിക്കുന്നത്, ഡിപ്പെൻഡൻസിയെ പരിഗണിക്കുന്നത്. അപ്പൊ എലമെന്റ്സ് ഓഫ് കമ്മ്യൂണിറ്റി സെന്റിമെന്റ്സിൽ 3 എലമെന്റ്സ് ആണുള്ളത്. വി ഫീലിംഗ് ഉണ്ട്. വി ഫീലിംഗ് എന്ന് പറയുമ്പോൾ എന്താണ്, വി എന്ന് പറയുമ്പോൾ മറ്റുള്ളവരുടെ എന്ന ചിന്തയും, ഔർ എന്ന് പറയുമ്പോൾ നമ്മുടേത് എന്ന ചിന്തയും വരുന്നതാണ് വി ഫീലിംഗ്. റോൾ ഫീലിംഗ് പറഞ്ഞാൽ എന്താ, നമ്മളുടെ പ്രവൃത്തി, ഓരോ ദൈനംദിന ജീവിതത്തിലും നമ്മൾ കാണിക്കുന്ന പ്രവൃത്തിയിൽ ഉൾപ്പെടുന്നതാണ് ഏത്, റോൾ ഫീലിംഗ്. ഡിപ്പെൻഡൻസി ഫീലിംഗ് പറഞ്ഞാൽ എന്താണ്, നമ്മളെ നിത്യജീവിതത്തിൽ കമ്മ്യൂണിറ്റിയുമായിട്ട് ഡിപ്പെൻഡ് ചെയ്യേണ്ടത് അത്യാവശ്യമാണ്.
പ്രധാനമായും എന്തൊക്കെ കാര്യങ്ങൾക്കാണ് നമ്മൾ ഡിപ്പെൻഡ് ചെയ്യാറുള്ളത്? സൈക്കോളജിക്കൽ ഡിപ്പെൻഡൻസും വരാം, ഫിസിക്കൽ ഡിപ്പെൻഡൻസും വരാം. ഇതിനെയാണ് എലമെന്റ്സ് ഓഫ് കമ്മ്യൂണിറ്റി സെന്റിമെന്റ്സ് എന്ന് പറയുന്നത്. അടുത്തത് ക്രൈറ്റീരിയ ഓഫ് കമ്മ്യൂണിറ്റി. എന്താണ് കമ്മ്യൂണിറ്റിയുടെ മാനദണ്ഡം? ക്രൈറ്റീരിയ എന്ന് നമുക്ക് നോക്കാം. കമ്മ്യൂണിറ്റിയുടെ മാനദണ്ഡങ്ങൾ എന്തൊക്കെയെന്നാണ് നമ്മൾ ഇനി പരിശോധിക്കുന്നത്. We are members mostly of a very small community, though we many be living in big cities. This is because our intersects are cut down with a narrow area. എന്താ ഇവിടെ പറയുന്നത്? നമ്മൾ ചെറിയ സമൂഹത്തിലെ അംഗങ്ങളാണ്, എന്നിരുന്നാലും നമ്മൾ 2 നഗരങ്ങളിൽ താമസിക്കുന്നവരായിരിക്കും. നമ്മൾ ചെറിയ സമൂഹത്തിൽ നാരോ ഏരിയ, അതൊരു ചെറിയ പ്രദേശത്ത് താമസിക്കുന്നവരാണെങ്കിൽ പോലും നമ്മൾ 2 സമൂഹങ്ങളിൽ താമസിക്കുന്നവരാണ്. സ്മാൾ കമ്മ്യൂണിറ്റിയിലുള്ളവരും ഉണ്ടായിരിക്കും, ബിഗ് സിറ്റി വലിയ സിറ്റികളിൽ ജീവിക്കുന്നവരും ഉണ്ടായിരിക്കും. ഇപ്പൊ എന്താണ് കമ്മ്യൂണിറ്റിയുടെ മാനദണ്ഡം എന്ന് പറഞ്ഞു കഴിഞ്ഞാല് എന്താണ് ഇവിടെ പറയുന്നത്? We are members mostly of a very small community, though we may be living in big cities. This is because our intersects are cut down within a narrow area. നമ്മൾ ഒരു ചെറിയ സമൂഹത്തിലെ അംഗങ്ങളാണ്, എന്നിരുന്നാലും 2 നഗരങ്ങളിൽ താമസിക്കുന്നവരായിരിക്കും. കാരണം നമ്മള് സ്മാൾ കമ്മ്യൂണിറ്റിയിൽ താമസിക്കുന്നവരും ഉണ്ടായിരിക്കും, ബിഗ് സിറ്റിയിൽ താമസിക്കുന്നവരും ഉണ്ടായിരിക്കും. On the contrary, we may live in a village and yet belong to a community as wide as the whole of area of our civilization or even wider. നാഗരികതയ്ക്ക് ശേഷമാണ് നമ്മളുടെ കമ്മ്യൂണിറ്റി. ആദ്യം നമ്മളുടെ സമൂഹം എന്ന് പറയുന്ന സമൂഹം ജീവിച്ചിരുന്നത് വില്ലേജുകളിലായിരുന്നു, ഗ്രാമ സമൂഹങ്ങളിലായിരുന്നു. എന്നാൽ നാഗരിക സിവിലൈസേഷന് ശേഷമാണ് നമ്മളുടെ കമ്മ്യൂണിറ്റി എന്തായി മാറിയത്? മൊത്തത്തിലുള്ള വൈഡ് ആസ് ദ ഹോൾ. മൊത്തത്തിൽ വൈഡ് ആവാനുള്ള കാരണം സിവിലൈസേഷൻ ആണ് എന്നാണ് പറയുന്നത്. നമ്മുടെ കമ്മ്യൂണിറ്റി എന്ന് പറയുന്നത് ഒരു എങ്ങനെയായിരുന്നു എന്നാ പറയുന്നത്? വളരെ ചെറിയ സമൂഹമായിട്ടായിരുന്നു, വില്ലേജ് ഗ്രാമ സമൂഹമായിട്ടാണ് നമ്മുടെ കമ്മ്യൂണിറ്റി നിലനിന്നിരുന്നതെങ്കിൽ പിന്നീട് അത് വലിയ വലിയ സമൂഹമായി മാറാനുള്ള കാരണം സിവിലൈസേഷൻ ആണ് എന്നാണ് ഇവിടെ ചൂണ്ടിക്കാണിക്കുന്നത്. അതേപോലെ നോ സിവിലൈസ്ഡ് കമ്മ്യൂണിറ്റി ആസ് മാക്ലൈവർ പോയിന്റ് ഔട്ട് ഹാസ് വാൾസ് അറൌണ്ട് ഇറ്റ് ടു കട്ട് ഇറ്റ് ഓഫ് കംപ്ലീറ്റ്ലി ഫ്രം എ ലാർജർ വൺ. Whatever iron curtain may be drawn by the rulers of the nation or that community exists with greater community, the town with the region, a region with a nation within the world, community which again the process of development. അതായത് പിന്നെന്താണ് പറയുന്നത്? നമ്മളുടെ രാജ്യത്തിന്റെ പല ഭരണാധികാരികൾ ഇവിടെ ഭരണം നടത്തുകയും അതിനുശേഷം വിത്തിൻ ഗ്രേറ്റർ കമ്മ്യൂണിറ്റി എക്സിൻ വിത്തിൻ ഗ്രേറ്റർ കമ്മ്യൂണിറ്റി ദ ടൗൺ വിത്ത് ഒരു ആദ്യം ടൗൺ ആയിരുന്നു, ടൗൺ വിത്തിൻ റീജിയൻ, ഒരു ടൗണിൽ നിന്നും പ്രദേശത്തിലേക്കും, ദ റീജിയൻ വിത്തിൻ നാഷൻ, റീജിയനിൽ നിന്നും രാജ്യത്തിലേക്കും, നാഷൻ വിത്ത് വേൾഡ്, രാജ്യത്തിൽ നിന്നും വേൾഡിലേക്കുമുള്ള കമ്മ്യൂണിറ്റിയുടെ വികസന പ്രക്രിയയാണ് എന്തുകൊണ്ട് ഉദ്ദേശിക്കുന്നത്? ക്രൈറ്റീരിയ ഓഫ് കമ്മ്യൂണിറ്റി എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത്. അപ്പൊ ക്രൈറ്റീരിയ ഓൺ കമ്മ്യൂണിറ്റി എന്നതുകൊണ്ട് ഇവിടെ എന്താണ് അർത്ഥമാക്കുന്നത്? നമുക്കറിയാം, വികസന പ്രക്രിയയിൽ നിന്നും പൂർണ്ണമായും ജീവിക്കാനും ഒരു സമൂഹത്തില് നമുക്ക് എങ്ങനെയാണ് നമ്മുടെ സ്വഭാവ മാനദണ്ഡങ്ങൾ പ്രകടിപ്പിക്കേണ്ടത് എന്ന് വ്യക്തമാക്കാനും വേണ്ടി ഇവിടെ കാണിച്ചു തരികയാണ്. കമ്മ്യൂണിറ്റി എക്സിറ്റ് വിത്തിൻ ഗ്രേറ്റർ കമ്മ്യൂണിറ്റി, ടൗൺ വിത്തിൻ റീജിയൻ, റീജിയൻ വിത്തിൻ നാഷൻ, നാഷൻ വിത്തിൻ വേൾഡ്, കമ്മ്യൂണിറ്റി വിച്ച് അഗെയിൻ ദ പ്രോസസ് ഓഫ് ഡെവലപ്മെന്റ്. അപ്പൊ കമ്മ്യൂണിറ്റിയുടെ വികസന പ്രക്രിയ എങ്ങനെയാണ് നടന്നത്? കമ്മ്യൂണിറ്റിയുടെ വികസന പ്രക്രിയ നടക്കുന്നത് എങ്ങനെയാണെന്നാ പറയുന്നതാണ്. ടൗണിൽ നിന്നും റീജിയണിലേക്കും, റീജിയണിൽ നിന്നും നാഷനിലേക്കും, നാഷനിൽ നിന്നും വേൾഡിലേക്കും, അങ്ങനെയുള്ളൊരു ഡെവലപ്മെന്റ് പ്രോസസ്സാണ് കമ്മ്യൂണിറ്റിയിൽ ഉണ്ടായിട്ടുള്ളത് എന്നാണ് ഇവിടെ ക്രൈറ്റീരിയ ഓഫ് കമ്മ്യൂണിറ്റി എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത്. അതേപോലെ ക്രൈറ്റീരിയയിൽ എന്തൊക്കെ മാനദണ്ഡങ്ങളാണ് ഇവിടെ പോയിന്റ്സ് ആയിട്ട് പറയുന്നത് നമുക്ക് നോക്കാം. എ ഗ്രൂപ്പിംഗ് ഓഫ് പീപ്പിൾ
within a geographical area with the division of labor into specialized and interdependent function. Grouping of അപ്പൊ കമ്മ്യൂണിറ്റിയുടെ മാനദണ്ഡങ്ങളാണ് ഗ്രൂപ്പിംഗ് ഓഫ് പീപ്പിൾ, ജനങ്ങളെ പല ഗ്രൂപ്പുകളാക്കി തിരിച്ചു, ജോഗ്രഫിക്കൽ ഏരിയ ഭൂമിശാസ്ത്രപരമായി തിരിച്ചു, വിത്ത് ഡിവിഷൻ ഓഫ് ലേബർ ഇൻടു സ്പെഷ്യലൈസ്ഡ് ആൻഡ് ഇന്റർഡിപെൻഡന്റ് ഫങ്ഷൻ, തൊഴിലാളികളെ വർഗീകരിച്ചു എന്തിനനുസരിച്ചിട്ട്, അവരുടെ പരിശീലനത്തിനനുസരിച്ച്, വിത്ത് എ കോമൺ കൾച്ചർ ആൻഡ് സോഷ്യൽ സിസ്റ്റം വിച്ച് ഓർഗനൈസ് ദെയർ ആക്ടിവിറ്റി, whose members are conscious of their unity and belonging to the community, whose members can act collectively in an organized manner. അപ്പോ ഇത്രയും ഘടകങ്ങളെയാണ് എന്തായിട്ട് ചൂണ്ടിക്കാണിക്കുന്നത്, ക്രൈറ്റീരിയ ഓഫ് കമ്മ്യൂണിറ്റി എന്നതുകൊണ്ട് ഇവിടെ അർത്ഥമാക്കുന്നത്. കമ്മ്യൂണിറ്റിയുടെ ക്രൈറ്റീരിയ എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത് എന്തൊക്കെയാണ്, ഏതൊക്കെ കാര്യങ്ങളെയാണ് കമ്മ്യൂണിറ്റിയുടെ ക്രൈറ്റീരിയ ആയിട്ട് വ്യക്തമാക്കുന്നത്? എ ഗ്രൂപ്പിംഗ് ഓഫ് പീപ്പിൾ, അതായത് ആളുകളുടെ ഗ്രൂപ്പുകളാക്കി തിരിച്ചു, ഭൂമിശാസ്ത്രപരമായി തരം തിരിച്ചു, വിത്ത് ഡിവിഷ തൊഴിലാളികളെ വർഗീകരണം നടത്തി, വിത്ത് എ കോമൺ കൾച്ചർ ആൻഡ് സോഷ്യൽ സിസ്റ്റം വിത്ത് ഓർഗനൈസ് ദിയർ ആക്ടിവിറ്റി, ഐക്യത്തെക്കുറിച്ചും യൂണിറ്റിയെക്കുറിച്ചും അതേപോലെ സംസ്കാരത്തെക്കുറിച്ചൊക്കെ പ്രാധാന്യം, വിത്ത് എ കോമൺ കൾച്ചർ ആൻഡ് സോഷ്യൽ സിസ്റ്റം വിത്ത് ഓർഗനൈസ് ദിയർ ആക്ടിവിറ്റി, അതേപോലെ തന്നെ ഓഫ് മെമ്പേഴ്സ് ആർ കോൺഷ്യസ് ഓഫ് ദിയർ യൂണിറ്റി ആൻഡ് ബിലോങ്ങിങ് ടു ദ കമ്മ്യൂണിറ്റി. അതേപോലെ തങ്ങളുടെ ഐക്യത്തെക്കുറിച്ചും സമൂഹത്തിൽ ഉൾപ്പെടുന്നതിനെ കുറിച്ചും ബോധവാന്മാരാക്കി തീർത്തു. അതേപോലെ തന്നെ ഓഫ് മെമ്പേഴ്സ് ക്യാൻ ആക്ട് കളക്റ്റീവ്ലി ഇൻ ആൻ ഓർഗനൈസ്ഡ് മാനർ, സംഘടിതമായി കൂട്ടമായി പ്രവർത്തിക്കാൻ കഴിയുന്ന അംഗങ്ങൾ ഉണ്ടായി. അപ്പൊ ഇത്രയൊക്കെയാണ് ഏതായതിന്റെ മാനദണ്ഡമായിട്ട് അറിയപ്പെടുന്നത്, കമ്മ്യൂണിറ്റിയുടെ മാനദണ്ഡങ്ങളായിട്ട് അറിയപ്പെടുന്നത്. ഇനി കമ്മ്യൂണിറ്റി ആൻഡ് അസോസിയേഷൻ എന്താ നോക്കാം. വൺ ഓഫ് ദ മോസ്റ്റ് ഇമ്പോർട്ടന്റ് ഡിവിഷൻ ഓഫ് സോഷ്യൽ ഗ്രൂപ്പ് ഇൻ ആൻ അസോസിയേഷൻ, സോഷ്യൽ ഗ്രൂപ്പിലെ പ്രധാനപ്പെട്ട ഒരു ഘടകം ഡിവിഷനാണ് ഏത്, ഈ കമ്മ്യൂണിറ്റി ആൻഡ് അസോസിയേഷൻ. വൺ ഓഫ് ദ മോസ്റ്റ് ഇമ്പോർട്ടന്റ് ഡിവിഷൻ ഓഫ് സോഷ്യൽ ഗ്രൂപ്പ് ഇൻ ആൻ അസോസിയേഷൻ. അപ്പൊ കമ്മ്യൂണിറ്റി അസോസിയേഷനും അപ്പോ സാമൂഹിക ഗ്രൂപ്പിലെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ഘടകമാണ് അസോസിയേഷൻ. ആൻ അസോസിയേഷൻ ഇൻ എ ഗ്രൂപ്പ് ഓഫ് പീപ്പിൾ യുണൈറ്റഡ് ഫോർ എ സ്പെസിഫിക് പർപ്പസ് ഓർ ലിമിറ്റഡ് മെമ്പേഴ്സ് ഓഫ് പർപ്പസ്, ഒരു പ്രത്യേക ലക്ഷ്യത്തിന് വേണ്ടിയിട്ട് കുറച്ച് ആളുകൾ ചേരുന്നതിനെയാണ് എന്ത് പറയുക, അസോസിയേഷൻ. ആൻ അസോസിയേഷൻ ഇൻ എ ഗ്രൂപ്പ് ഓഫ് പീപ്പിൾ യുണൈറ്റഡ് ഫോർ എ സ്പെസിഫിക് പർപ്പസ്, ഒരു പ്രത്യേക ലക്ഷ്യത്തിന് വേണ്ടി കുറച്ച് ആളുകൾ ഒരുമിച്ച് ചേരുന്നതിനെയാണ് എന്ന് പറയുന്നത് അസോസിയേഷൻ. Such is an army or a school, the object which is defined nation or important knowledge. അതായത് ആർമിയിലുള്ളവരെ, അതേപോലെ തന്നെ പിന്നെ ആരൊക്കെയാണ്, വിച്ച് സച്ച് ആസ് ആർമി ഓർ സ്കൂൾ തുടങ്ങിയ ആളുകളൊക്കെ ഒരു അസോസിയേഷൻ ആയിട്ട് നമുക്ക് അവരെയൊക്കെ വിലയിരുത്താം. കാരണം കുറച്ച് ആളുകൾ പ്രത്യേക ലക്ഷ്യം നേടുന്നതിന് വേണ്ടി കുറച്ച് ആളുകൾ ചേരുന്നതിനെയാണ് എന്ത് പറയുക, അസോസിയേഷൻ. നമുക്കറിയാം ഒരുപാട് അസോസിയേഷൻ നമ്മുടെ സമൂഹത്തിലുണ്ട്. വനിതാ അസോസിയേഷൻ, അതേപോലെ തന്നെ ലേബേഴ്സ് അസോസിയേഷൻ, അതേപോലെ എഡ്യൂക്കേഷണൽ അസോസിയേഷൻ, ടീച്ചേഴ്സ് അസോസിയേഷൻ, ഓരോ തൊഴിലാളികൾക്ക് വേണ്ടിയിട്ട് ഓരോ അസോസിയേഷൻ പ്രവർത്തിക്കുന്നുണ്ട്. അപ്പോൾ കുറച്ച് ഒരു പ്രത്യേക പർപ്പസിന് വേണ്ടി കുറച്ച് ആളുകൾ ഒന്നിച്ചു ചേരുന്നതിനെയാണ് എന്ത് പറയുന്നത്, അസോസിയേഷൻ എന്ന് പറയുന്നത്. അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് ഇതിലൂടെ നിങ്ങൾക്ക് പറഞ്ഞു തരാനുള്ളത്. ഓക്കെ, അപ്പോൾ കുട്ടികളെ 9th യൂണിറ്റിലെ ബ്ലോക്ക് 3 9th യൂണിറ്റിലെ മറ്റൊരു ടോപ്പിക്കിലേക്കാണ് നമ്മൾ കടക്കുന്നത്, ഡെഫിനിഷൻ ഓഫ് സോഷ്യൽ ഗ്രൂപ്പ്. അപ്പൊ നിങ്ങളുടെ ബുക്കിൽ 4 ഡെഫിനിഷൻ ഉണ്ട്. അതിൽ പ്രധാനപ്പെട്ട 2 ഡെഫിനിഷനാണ് ഞാനിവിടെ എഴുതിയിട്ടിട്ടുള്ളത് കേട്ടോ. ഡെഫിനിഷൻ ഓഫ് സോഷ്യൽ ഗ്രൂപ്പ്, സാമൂഹിക ഗ്രൂപ്പിന്റെ ഡെഫിനിഷൻസുകൾ എന്തൊക്കെയാണ്, നിർവചനങ്ങൾ എന്തൊക്കെയാണ്. അതിൽ നമുക്ക് ആൽബിൻ എന്ന ആൽബിയോൺ എന്നാണ് കേട്ടോ, ആൽബിൻ അല്ല ആൽബിയോൺ എന്നാണ്. ആൽബിയോന്റെ അഭിപ്രായത്തിൽ സോഷ്യൽ ഗ്രൂപ്പ് എന്നുകൊണ്ട് എന്താണ് ഉദ്ദേശിക്കുന്നത് എന്ന് നമുക്ക് പരിശോധിക്കാം. ആൽബിയോൺ സ്മാൾ എന്നാണ് അദ്ദേഹത്തിന്റെ പേര്. അപ്പോൾ ആൽബിയോൺ സ്മാൾ ഡിഫൈൻ ഗ്രൂപ്പ് ആസ് എനി നമ്പർ ഓഫ് പീപ്പിൾ ലാർജർ ഓർ സ്മാളർ. ആൽബിയോന്റെ അഭിപ്രായത്തിൽ ഗ്രൂപ്പ് എന്ന് പറയുന്നത് എങ്ങനെയാണ് എന്നാ പറയണേ, നമ്പർ ഓഫ് പീപ്പിൾ, ഒരുപാട് നമ്പേഴ്സ് ഉള്ളതിനാണ് ഗ്രൂപ്പ് എന്ന് പറയാ. അത് ചിലപ്പോ എങ്ങനെയൊക്കെ ആകാം, സ്മാൾ ആയിരിക്കാം,
ലാർജ് ആയിരിക്കാം. അപ്പൊ ആൽബിയോൺ സ്മാൾ ഡിഫൈൻ എ ഗ്രൂപ്പ് ഓഫ് എനി നമ്പർ ഓഫ് പീപ്പിൾ. ഗ്രൂപ്പ് എന്ന് പറയുന്നത് നമ്പർ ഓഫ് പീപ്പിൾസ് ആണ്. ഒരു നമ്പർ ഓഫ് പീപ്പിൾസിനെയാണ് ഗ്രൂപ്പ് എന്ന് ആര് പറയുന്നത്? ആൽബിയോൺ സ്മാള് പറയുന്നത്. ഇനി ആ ഗ്രൂപ്പ് എന്ന് പറയും നമ്പർ ഓഫ് ഗ്രൂപ്പിനെയാണ് ഗ്രൂപ്പ് എന്ന് പറയും നമ്പർ ഓഫ് പീപ്പിൾസിനെയാണ് ഗ്രൂപ്പ് എന്ന് പറയുന്നത്. അത് ഏതൊക്കെ രീതിയിൽ ഉണ്ടാകാം എന്നാ പറയണത്? ലാർജറും ഉണ്ടായിരിക്കാം, സ്മാളറും ഉണ്ടായിരിക്കാം. സ്മാൾ നമ്പർ ഓഫ് പീപ്പിളും ഉണ്ടായിരിക്കാം, ലാർജ് നമ്പർ ഓഫ് പീപ്പിളും ഉണ്ടായിരിക്കാം. അതുകൊണ്ട് ഗ്രൂപ്പ് എന്ന് പറയുന്നത് ഒരു നമ്പർ ഓഫ് പീപ്പിൾ ആണ്. Between whom such relation are discovered that they must be thought of together. ഇവരുടെയൊക്കെ ബന്ധം എന്ന് പറയുന്നത് എന്താണ്? ഇവരുടെ കണ്ടെത്തലുകളൊക്കെ ഏകദേശം എങ്ങനെയായിരിക്കും? ഒരുപോലെ ആയിരിക്കും. ഈ ഡിസ്കവറിംഗ് എന്ന് പറഞ്ഞാൽ എന്താണ്? കണ്ടെത്തലുകൾ. ഇവരുടെ കണ്ടെത്തലുകളൊക്കെ ഏകദേശം ഒരുപോലെ ആയിരിക്കും എന്നതാണ് ഇതിന്റെ മറ്റൊരു പ്രത്യേകതയായിട്ട് ചൂണ്ടിക്കാണിക്കുന്നത്. അപ്പൊ ആൽബിയോൺ സ്മാൾ ഡിഫൈൻ ചെയ്യുന്നു, ഗ്രൂപ്പ് സോഷ്യൽ ഗ്രൂപ്പ് എന്ന് പറയുന്നത് ഈ നമ്പർ ഓഫ് പീപ്പിൾസ് ആണ്. അത് എങ്ങനെയായിരിക്കാം? ലാർജറും ആയിരിക്കാം, സ്മാളറും ആയിരിക്കാം. മാത്രല്ല ഇതിന്റെ റിലേഷൻ എന്ന് പറയുന്നത് എങ്ങനെയാണ്? such relation are discovered that they must be thought of together. ഇവർ കണ്ടെത്തുന്ന ഓരോ തോട്ട്സുകളും യും ബന്ധം എന്ന് പറയുന്നത് എങ്ങനെയായിരിക്കും? ഇവർ കണ്ടെത്തുന്ന ഓരോ കാര്യങ്ങളും എങ്ങനെയായിരിക്കും ബന്ധം പുലർത്തിയിരിക്കാം. ഇതാണ് ആൽബിൻ സ്മാളിന്റെ അഭിപ്രായം പറയുന്നത്. ഇനി നമുക്ക് ഗ്രീൻ അർണോൾഡ് എന്താണ് ഡിഫൈൻ ചെയ്യുന്നത് നോക്കാം. സോഷ്യൽ ഗ്രൂപ്പിനെ ഗ്രീൻ അർണോൾഡിന്റെ അഭിപ്രായത്തില് സോഷ്യൽ ഗ്രൂപ്പ് എന്ന് പറഞ്ഞാല് a group is an aggregate of individual which persistent in time which have one or more interest and activity in common and which is organized. ഗ്രീൻ ആൺലോഡിന്റെ അഭിപ്രായത്തിൽ ഗ്രൂപ്പ് എന്ന് പറയുന്നത് അഗ്രഗേറ്റ് ഓഫ് ഇൻഡിവിജ്വൽ, എല്ലാ വ്യക്തികളും. അഗ്രഗേറ്റ് ഓഫ് ഇൻഡിവിജ്വൽ എന്ന് പറഞ്ഞാൽ ഇൻഡിവിജ്വൽ എന്ന് പറഞ്ഞാൽ വ്യക്തികൾ. അഗ്രഗേറ്റ് ഓഫ് ഇൻഡിവിജ്വൽ എന്ന് പറഞ്ഞാൽ എന്താണ്? എല്ലാ വ്യക്തികളും ചേർന്ന് പെർസിസ്റ്റ് ഇൻ ടൈം വിച്ച് ഹാസ് വൺ ഓർ മോർ ഇൻട്രസ്റ്റ്, ഒന്നോ അതിൽ കൂടുതലോ താല്പര്യങ്ങളെയും പ്രവർത്തനങ്ങളെയും എന്ത് ചെയ്യുന്നു? ഓർഗനൈസ്ഡ് ചെയ്യുന്നു, സംഘടിപ്പിക്കുന്നു. ആ ഗ്രൂപ്പാണ് സോഷ്യൽ ഗ്രൂപ്പ് എന്നാണ് ഗ്രീൻ അൺലോഡ് അഭിപ്രായപ്പെടുന്നത്. ഇപ്പൊ ഗ്രീൻ അൺലോഡിന്റെ അഭിപ്രായത്തില് ഗ്രൂപ്പ് എന്ന് പറയുന്നത് എങ്ങനെയാണ്? അഗ്രഗേറ്റ് ഓഫ് ഇൻഡിവിജ്വൽ. അഗ്രഗേറ്റ് ഓഫ് ഇൻഡിവിജ്വൽ എന്ന് പറഞ്ഞാൽ എന്താ? എല്ലാ വ്യക്തികളും ചേർന്ന് എന്ത് ചെയ്യുന്നു? വൺ ഓർ മോർ ഇൻട്രസ്റ്റ് ആൻഡ് ആക്ടിവിറ്റി, ഒന്നോ അതിൽ കൂടുതലോ താല്പര്യങ്ങളും ആക്ടിവിറ്റികളെയും എന്ത് ചെയ്യുന്നു? ഓർഗനൈസ്ഡ്, സംഘടിപ്പിക്കുന്നു. അതാണ് സോഷ്യൽ ഗ്രൂപ്പ് എന്നാണ് ആര് പറയുന്നത്? ഗ്രീൻ അൺലോഡ് പറയുന്നത്. ഇപ്പൊ സോഷ്യൽ ഗ്രൂപ്പിന്റെ രണ്ട് പ്രധാനപ്പെട്ട ഡെഫിനിഷനാണ് നമ്മളിവിടെ കണ്ടത്. ആൽബിയോൺ സ്മാളും ഗ്രീൻ അൺലോഡിന്റെയും അഭിപ്രായങ്ങൾ. ഇനി നമ്മൾക്ക് ബേസ് ഓഫ് ക്ലാസിഫിക്കേഷൻ ഓഫ് ഗ്രൂപ്പ്, അതായത് ഈ ഗ്രൂപ്പിന്റെ പ്രധാനപ്പെട്ട അടിസ്ഥാനപരമായ വർഗീകരണം എന്താ എന്ന് നമുക്ക് നോക്കാം. ബേസ് ഓഫ് ക്ലാസിഫിക്കേഷൻ ഓഫ് ഗ്രൂപ്പ്. സോഷ്യോളജി കൺസിഡേർഡ് human group is primary unit of analysis. If asked to describe the basis on which social group exist, different answers may exist for different kind of group. Sociology considers. Sociology എന്ന സമൂഹശാസ്ത്രം പരിഗണിക്കുന്നു എന്ത്? Sociology considers human group is primary unit of analysis. സോഷ്യോളജി പരിഗണിക്കുന്നു എന്ത്? ഹ്യൂമൻ ഗ്രൂപ്പിനെ ഏത് രീതിയിൽ? പ്രൈമറി യൂണിറ്റ് ഓഫ് അനാലിസിസ്, ഒരു പ്രാഥമിക വിശകലനത്തിലൂടെയാണ് സോഷ്യോളജി ഹ്യൂമൻ ഗ്രൂപ്പിനെ പരിഗണിക്കുന്നത്. If asked to describe the basis on which social group exists, different answers may exist for different kind of group. അപ്പോ ഒരു പ്രാഥമിക യൂണിറ്റിലൂടെ സോഷ്യോളജി പരിഗണിക്കപ്പെടുന്നു. അതിന്റെ അടിസ്ഥാനത്തിൽ
ഇതിൽ എന്തൊക്കെ കാര്യങ്ങൾ ഉണ്ടായിരിക്കാം? ഡിഫറെന്റ് ആൻസേഴ്സും ഉണ്ടായിരിക്കാം, അതേപോലെ തന്നെ ഡിഫറെന്റ് കൈൻഡ്സ് ഓഫ് ഗ്രൂപ്പുകളുമായിരിക്കാം. ഇപ്പൊ സോഷ്യോളജി കൺസിഡർ ചെയ്യുന്നത് എന്തിനെയാണ്? ഹ്യൂമൻ ഗ്രൂപ്പ് എന്ന് പറയുന്നത് ഒരു പ്രൈമറി യൂണിറ്റ് ഓഫ് അനാലിസിസ് ആണ്. അത് എന്തുമായിട്ട് ഡിസ്ക്രൈബ് ചെയ്യുന്നുണ്ട്? സോഷ്യൽ ഗ്രൂപ്പ് എക്സിറ്റ് ദ ഡിഫറെന്റ് ആൻസേഴ്സ് മേ എക്സിറ്റ് ഫോർ ഡിഫറെന്റ് കൈൻഡ് ഓഫ് ഗ്രൂപ്പ്. There are several criteria by which social group may be classified. അതുകൊണ്ട് തന്നെ സോഷ്യൽ ഗ്രൂപ്പിനെ ഇവിടെ വർഗീകരണം നടത്തുന്നു. For instance എന്ന് പറഞ്ഞ ഉദാഹരണം. ഏതൊക്കെ രീതിയിലാണ് സാമൂഹിക ഗ്രൂപ്പുകളെ വർഗീകരണം നടത്തുന്നത് എന്ന് നമുക്ക് നോക്കാം. The nature of their interest. ഒരു നേച്ചർ ഓഫ് ദി ഇൻട്രസ്റ്റ് പറഞ്ഞാൽ എന്താണ്? നമ്മളുടെ താല്പര്യത്തിന് അടിസ്ഥാനപ്പെടുത്തിക്കൊണ്ട് വർഗീകരണം നടത്താം. ഡിഗ്രി ഓഫ് ഓർഗനൈസേഷൻ, അതേപോലെ തന്നെ സംഘടനയുടെ ഡിഗ്രിക്ക് അനുസരിച്ച് ക്ലാസിഫിക്കേഷൻ നടത്താം. എക്സ്റ്റെന്റ് ഓഫ് ദിയർ പെർമനൻസ്, ദ കൈൻഡ് ഓഫ് കോണ്ടാക്ട് എമംഗ് ദ മെമ്പേഴ്സ് ആൻഡ് ദ ലൈക്ക്. അപ്പോ സോഷ്യൽ ഗ്രൂപ്പിനെ വർഗീകരണം നടത്തുന്നത് ഏതൊക്കെ രീതിയിലാണ് എന്നാണ് പറയുന്നത്? ഏതൊക്കെ രീതിയിലാണ് സോഷ്യൽ ഗ്രൂപ്പിനെ വർഗീകരണം നടത്തുക? Nature of the interest, degree of organization, extent of their permanence, kind of conduct among the members and the like. ഇതിനെയാണ് എന്ത് പറയാ? ബേസ് ഓഫ് ക്ലാസിഫിക്കേഷൻ ഗ്രൂപ്പ് എന്ന് പറയാ. അപ്പൊ ബേസ് ഓഫ് ക്ലാസിഫിക്കേഷൻ ഗ്രൂപ്പിൽ സോഷ്യോളജിയെ കൺസിഡർ ചെയ്യുന്നത് ഹ്യൂമൻ ഗ്രൂപ്പ് പ്രൈമറി യൂണിറ്റ് ആണ്. അത് മാത്രമല്ല സോഷ്യൽ ഗ്രൂപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡിഫറെന്റ് ആൻസേഴ്സ് ആയിരിക്കും ഉണ്ടായിരിക്കുക. മാത്രല്ല സോഷ്യൽ ഗ്രൂപ്പിന്റെ പ്രധാനപ്പെട്ട എക്സാമ്പിൾ എന്ന് പറയുന്നത് എന്താണ്? നേച്ചർ ഓഫ് ദിയർ ഇൻട്രസ്റ്റ്, ഡിഗ്രി ഓഫ് ഓർഗനൈസേഷൻ, എക്സ്റ്റെന്റ് ഓഫ് ദിയർ പെർമനൻസ്, ദ കൈൻഡ് ഓഫ് കോണ്ടാക്ട് എമംഗ് ദ മെമ്പേഴ്സ് ആൻഡ് ദ ലൈക്ക്. ഇതിനെയാണ് ബേസ് ഓഫ് ക്ലാസിഫിക്കേഷൻ ഗ്രൂപ്പ് എന്ന് പറയുന്നത്. ഇനി നമ്മൾക്ക് നോക്കാനുള്ളത് പ്രൈമറി ആൻഡ് സെക്കൻഡറി ഗ്രൂപ്പാണ്. പ്രൈമറി ആൻഡ് സെക്കൻഡറി ഗ്രൂപ്പ്, പ്രാഥമികവും ദ്വിതീയമായിട്ടുള്ള ഗ്രൂപ്പുകളെ കുറിച്ചാണ് നമ്മളിവിടെ വിശകലനം നടത്തുന്നത്. അതിൽ പ്രൈമറി ഗ്രൂപ്പ് എന്താ എന്ന് നമുക്ക് നോക്കാം. ദ ടേം പ്രൈമറി ഗ്രൂപ്പ് വാസ് കോയിൻഡ് ബൈ ചാൾസ് ഹാറ്റൺ കൂലി. അതായത് പ്രൈമറി ഗ്രൂപ്പിന് നേതൃത്വം കൊടുത്തത് ചാൾസ് ഹാറ്റൺ കുലെയാണ്. 1854-1929 1864 തൊട്ട് 1929 വരെയുള്ള കാലയളവിലാണ് ഈ ചാൾസ് ഹാറ്റൺ കുലെ ജീവിച്ചിരുന്നത്. അദ്ദേഹമാണ് പ്രൈമറി ഗ്രൂപ്പിന് നേതൃത്വം കൊടുത്തത്. ദ ടേം പ്രൈമറി ഗ്രൂപ്പ് വാസ് കോയിൻഡ് ബൈ ചാൾസ് ഹാറ്റൺ കുലെ. അദ്ദേഹം 1909 in 1909 1909 അദ്ദേഹം ഒരു പ്രധാനപ്പെട്ട ബുക്ക് പബ്ലിഷ് ചെയ്തു. അതാണ് സോഷ്യൽ ഓർഗനൈസേഷൻ. 1909 കുലെ ഒരു പ്രധാനപ്പെട്ടിട്ടുള്ള ഒരു ബുക്ക് പബ്ലിഷ് ചെയ്തു. അതിന്റെ പേരാണ് എന്ത്? സോഷ്യൽ ഓർഗനൈസേഷൻ. എ പ്രൈമറി ഗ്രൂപ്പ് ഈസ് റിലേറ്റീവ്ലി സ്മാൾ. പ്രൈമറി ഗ്രൂപ്പ് എപ്പോഴും എങ്ങനെ ആയിരിക്കും? സ്മാൾ ആയിരിക്കും. എ പ്രൈമറി ഗ്രൂപ്പ് ഈസ് റിലേറ്റീവ്ലി സ്മാൾ. പ്രൈമറി ഗ്രൂപ്പ് പൊതുവെ സ്മാൾ ആയിരിക്കും എന്നാണ് ഇവിടെ ചൂണ്ടിക്കാണിക്കുന്നത്. മെമ്പേഴ്സ് ഓഫ് ദിസ് ഗ്രൂപ്പ് ജനറലി ഹാവ് ഫേസ് ടു ഫേസ് കോണ്ടാക്ട്. പക്ഷെ അംഗങ്ങൾ തമ്മിൽ എങ്ങനത്തെ കോണ്ടാക്ട് ഉണ്ടാവുക? ഫേസ് ടു ഫേസ്, മുഖാമുഖമുള്ള കോണ്ടാക്ട് ആയിരിക്കും മെമ്പേഴ്സിന് ഉണ്ടായിരിക്കുക. പ്രൈമറി ഗ്രൂപ്പിന് നേതൃത്വം കൊടുത്തത് ചാൾസ് ഹാറ്റൺ കുലെയാണ്. 1909 അദ്ദേഹം ഒരു ബുക്കിന് രൂപം കൊടുത്തു. സോഷ്യൽ ഓർഗനൈസേഷൻ എന്നൊരു ബുക്കിന് രൂപം കൊടുത്തു. മാത്രമല്ല അദ്ദേഹത്തിന്റെ അഭിപ്രായത്തിൽ പ്രൈമറി ഗ്രൂപ്പ് എന്ന് പറഞ്ഞാൽ എന്താണ്? റിലേറ്റീവ്ലി സ്മാൾ ആണ്. മാത്രമല്ല മെമ്പേഴ്സ് ഓഫ് ദ ഗ്രൂപ്പ് ആർ റിയലി ഹാവ് ഫേസ് ടു ഫേസ് കോണ്ടാക്ട്. ഒരു ഗ്രൂപ്പിലെ മെമ്പേഴ്സ് എപ്പോഴും എങ്ങനെ ആയിരിക്കും എന്നാ പറയുന്നത്? ഫേസ് ടു ഫേസ് കോണ്ടാക്ട് ആയിരിക്കും. കുറച്ച് ആളുകളെ ഉണ്ടാവുള്ളൂ, അവരെങ്ങനത്തെ കോണ്ടാക്ട് ആയിരിക്കും? ഫേസ് ടു ഫേസ് കോണ്ടാക്ട് ആയിരിക്കും. They have intimate and cooperative as well as strong loyalty. അതേപോലെ തന്നെ അത് സഹകരണ മനോഭാവമായിരിക്കും ഉണ്ടായിരിക്കുക. The relationship between members are end in themselves because members derive pleasure and enjoyment merely by associating with one another. അതേപോലെ തന്നെ ഇവരുടെ ബന്ധം എന്ന് പറയുന്നത് എങ്ങനെയാണ്? വളരെയധികം സൗഹാർദ്ദപരമായിരിക്കും.
എൻജോയ്മെന്റ് പറഞ്ഞാൽ സന്തോഷപൂർവവും സൗഹൃദാത്മപരമായിട്ടുള്ള ബന്ധമായിരിക്കും പ്രൈമറി ഗ്രൂപ്പ് ഉണ്ടായിരിക്കുക. ദ ബെസ്റ്റ് എക്സാമ്പിൾ ഓഫ് എ പ്രൈമറി ഗ്രൂപ്പ് ഈസ് ഫാമിലി ഓർ ദ ഫ്രണ്ട്ഷിപ്പ് ഓർ പിയർ ഗ്രൂപ്പ്. പ്രൈമറി ഗ്രൂപ്പിന് പ്രധാനപ്പെട്ട എക്സാമ്പിൾ ആണ് ഏതൊക്കെ? ഫാമിലിയും ഫ്രണ്ട്ഷിപ്പും പിയർ ഗ്രൂപ്പ്. പിയർ ഗ്രൂപ്പ് പറഞ്ഞാൽ ആരാ? സമപ്രായക്കാരും. അപ്പൊ പ്രൈമറി ഗ്രൂപ്പിന്റെ പ്രത്യേകത സഹകരണ മനോഭാവവും എൻജോയ്മെന്റും ആയിരിക്കും പ്രൈമറി ഗ്രൂപ്പിൽ ഉണ്ടായിരിക്കുക. പ്രൈമറി ഗ്രൂപ്പിന് ഉദാഹരണമാണ് ഏതൊക്കെ? ഫാമിലിയും ഫ്രണ്ട്ഷിപ്പും പിയർ ഗ്രൂപ്പ്. പിയർ ഗ്രൂപ്പ് പറഞ്ഞാൽ ആരാ? സമപ്രായക്കാരായിട്ടുള്ള ആളുകളെയാണ് എന്ത് പറയാ? പിയർ ഗ്രൂപ്പ് പറയാ. 3 വയസ്സിന് ശേഷം ഒരേ 3 വയസ്സുകാര്, ഒരേ 4 വയസ്സുകാര്, ഒരേ 12 വയസ്സുകാര്, അങ്ങനെ സമപ്രായക്കാരായിട്ടുള്ള ഗ്രൂപ്പിനെയാണ് പിയർ ഗ്രൂപ്പ് എന്ന് പറയാ. അപ്പൊ പിയർ ഗ്രൂപ്പ് ഏതിന് ഉദാഹരണമാണ്? പ്രൈമറി ഗ്രൂപ്പിന് ഉദാഹരണമാണ്. അപ്പൊ പ്രൈമറി ഗ്രൂപ്പിന് ഏതൊക്കെയാണ് ഉദാഹരണം? ഫാമിലി, ഫ്രണ്ട്ഷിപ്പ്, പിയർ ഗ്രൂപ്പ്. അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് ഈ ഒരു ടോപ്പിക്കിലൂടെ സോഷ്യൽ ഗ്രൂപ്പിനെ കുറിച്ച് നമുക്ക് പറയാനുള്ളത്. ഇനി നമുക്ക് സെക്കൻഡറി ഗ്രൂപ്പ് എന്താ എന്ന് നമുക്ക് നോക്കാം. അതേപോലെ തന്നെ ഇവിടെ എന്തെങ്കിലും നിങ്ങൾക്ക് ഡൗട്ട് ഉണ്ട് എന്നുണ്ടെങ്കിൽ നമുക്ക് ലൈവ് ക്ലാസ്സിൽ അത് ക്ലിയറൻസും ചെയ്യാം. ഓക്കെ, അപ്പോ ഈ യൂണിറ്റിൽ വരുന്ന നമ്മൾ പ്രൈമറി ഗ്രൂപ്പ് പറഞ്ഞു കഴിഞ്ഞതാണ്. ഇനി സെക്കൻഡറി ഗ്രൂപ്പിലേക്കാണ് നമ്മൾ കടക്കുന്നത്. സെക്കൻഡറി ഗ്രൂപ്പ്, പ്രൈമറി ഗ്രൂപ്പ് പറയുമ്പോൾ ഞാൻ പറഞ്ഞു തന്നു, വളരെ നേരിട്ട് ബന്ധം പുലർത്തുന്നവരായിരിക്കും. രക്തബന്ധം ഉള്ളവരോ അതല്ലെങ്കിൽ അത്രയും സമപ്രായക്കാരായിട്ടുള്ള ആളുകളോ അങ്ങനെയുള്ള അതേപോലെ തന്നെ ഫ്രണ്ട്ഷിപ്പോ തുടങ്ങിയ ആളുകളായിരിക്കും പ്രൈമറിയിൽ വരിക എന്ന് പറഞ്ഞു. ഇപ്പൊ സെക്കൻഡറി എന്ന് പറയുമ്പോൾ പ്രൈമറിയുടെ ഓപ്പോസിറ്റ് ആയിട്ട് വരുന്നതാണ് സെക്കൻഡറി ഗ്രൂപ്പ്. സെക്കൻഡറി ഗ്രൂപ്പ്സ് ഇൻ സെവറൽ റെസ്പെക്ട് ആർ ഓപ്പോസിറ്റ് ഓഫ് പ്രൈമറി ഗ്രൂപ്പ്. പ്രൈമറി ഗ്രൂപ്പിന്റെ ഓപ്പോസിറ്റ് ആണ് സെക്കൻഡറി ഗ്രൂപ്പ്. ആസ് ദേ ആർ ഇൻ ജനറൽ large group members of secondary group maintain relatively limited formal and impersonal relationship with one another. ഇപ്പൊ സെക്കൻഡറി ഗ്രൂപ്പ് എന്ന് പറയുന്നത് പ്രൈമറി ഗ്രൂപ്പിന്റെ ഓപ്പോസിറ്റ് ആണ്. പ്രൈമറി ഗ്രൂപ്പിന്റെ ഓപ്പോസിറ്റ് ആയിട്ടുള്ള ഗ്രൂപ്പിനെയാണ് സെക്കൻഡറി ഗ്രൂപ്പ് എന്ന് പറയാം. ആസ് ദേ ആർ ഇൻ ജനറൽ ലാർജ് ഗ്രൂപ്പ്, മാത്രമല്ല ഒരു വലിയ ഗ്രൂപ്പ് ആയിരിക്കും സെക്കൻഡറി ഗ്രൂപ്പ്. മെമ്പേഴ്സ് ഓഫ് സെക്കൻഡറി ഗ്രൂപ്പ് മെയിൻറ്റെയിൻ റിലേറ്റീവ്ലി ലിമിറ്റഡ്, പക്ഷെ വലിയ ബന്ധമൊന്നും പുലർത്തില്ല. സെക്കൻഡറി ഗ്രൂപ്പിലെ അംഗങ്ങൾ അത്ര വലിയ ബന്ധമൊന്നും പുലർത്താതെ വലിയ ബന്ധം മെമ്പേഴ്സ് ഓഫ് സെക്കൻഡറി ഗ്രൂപ്പ് മെയിൻറ്റെയിൻ റിലേറ്റീവ്ലി ലിമിറ്റഡ്. റിലേറ്റീവ്ലി ആയിട്ട് ബന്ധം എന്ന് പറയുന്നത് ലിമിറ്റ് ആയിരിക്കും. ഫോർമൽ ആൻഡ് ഇംപേഴ്സണൽ റിലേഷൻഷിപ്പ് ആയിരിക്കും. ഔപചാരികമായിട്ടും ഇംപേഴ്സണൽ വ്യക്തിപരമല്ലാത്ത ബന്ധമായിരിക്കും പുലർത്തുക വിത്ത് വൺ അനദർ. ഇപ്പൊ പ്രൈമറി ഗ്രൂപ്പിൽ നിന്നും ഓപ്പോസിറ്റ് ആണ് സെക്കൻഡറി ഗ്രൂപ്പ്. മാത്രല്ല ആ സെക്കൻഡറി ഗ്രൂപ്പ് എന്ന് പറയുമ്പോൾ അത് ലാർജ് ഗ്രൂപ്പ് ആയിരിക്കും, വലിയ ഗ്രൂപ്പ് ആയിരിക്കും. അതുകൊണ്ട് തന്നെ ബന്ധം, റിലേഷൻ എന്ന് പറയുന്നത് പരിമിതമായിരിക്കും, ലിമിറ്റഡ് ആയിരിക്കും. മാത്രല്ല ഇൻഫോർമൽ ഔപചാരികമായിട്ടും ഇംപേഴ്സണൽ ആയിട്ടുള്ള ബന്ധമായിരിക്കും ഒരു വ്യക്തി മറ്റൊരാളോട് പുലർത്തുക. ഇതിനെയാണ് സെക്കൻഡറി ഗ്രൂപ്പ് എന്ന് പറയുക. സെക്കൻഡറി ഗ്രൂപ്പ് ആർ സ്പെസിഫിക് ഓർ സ്പെഷ്യലൈസ്ഡ് ഇൻട്രസ്റ്റ് ഗ്രൂപ്പ് ഈസ് ജനറലി ആസ് വെൽ ആസ് ഡിഫൈൻഡ് ഡിവിഷൻ ഓഫ് ലേബർ. തൊഴിലാളികളെ തമ്മിലുള്ള വർഗീകരണം ഏത് ഗ്രൂപ്പിൽ വരുന്നതാണ്? സെക്കൻഡറി ഗ്രൂപ്പ്. സെക്കൻഡറി ഗ്രൂപ്പ് ആർ സ്പെസിഫിക് ഓർ സ്പെഷ്യലൈസ്ഡ് ഇൻട്രസ്റ്റ് ഗ്രൂപ്പ്. സ്പെസിഫിക് ആയിട്ടും സ്പെഷ്യലൈസ്ഡ് ആയിട്ടും പരിശീലനം നേടിയ ആളുകളെ തമ്മിലുള്ള വേർതിരിവ് എന്ന് പറയുന്നത് ഏത് ഗ്രൂപ്പിൽ വരും? സെക്കൻഡറി ഗ്രൂപ്പിൽ വരും. അതുകൊണ്ട് തന്നെ സെക്കൻഡറി ഗ്രൂപ്പ് മേ കണ്ടിന്യൂ ഇറസ്പെക്റ്റീവ് ഓഫ് വെദർ ഈസ് ഒറിജിനൽ മെമ്പേഴ്സ് കണ്ടിന്യൂ ടു ബി മെമ്പേഴ്സ് ഓർ നോട്ട്. അപ്പൊ സെക്കൻഡറി ഗ്രൂപ്പ് എന്ന് പറയുന്നത് കണ്ടിന്യൂ ഇറസ്പെക്റ്റീവ് ഓഫ് വെദർ ഈസ് ഒറിജിനൽ മെമ്പേഴ്സ് കണ്ടിന്യൂ ടു ബി മെമ്പേഴ്സ് ഓർ നോട്ട്. വലിയ രീതിയിലൊന്നും ബന്ധം പുലർത്താത്ത എന്നാൽ ബന്ധമുള്ള ഒരു ഗ്രൂപ്പ് ആയിരിക്കും സെക്കൻഡറി ഗ്രൂപ്പ്. നമുക്കറിയാം സെക്കൻഡറി ഗ്രൂപ്പിന് എക്സാമ്പിൾ ഫുട്ബോൾ ടീം, മ്യൂസിക് ക്ലബ്ബ്, ഫാക്ടറി, ആർമി, ഇതൊക്കെ ഏതിൽ വരും? സെക്കൻഡറി ഗ്രൂപ്പിൽ വരും. ഒരു ഫുട്ബോൾ ടീമിൽ പല സ്ഥലത്തു നിന്നുള്ള ആളുകളായിരിക്കും.
വലിയൊരു ബന്ധമൊന്നും പുലർത്തുണ്ടാവില്ല. നമ്മളെ പ്രൈമറി ഗ്രൂപ്പിന്റെ റിലേഷൻ ഏതിലുണ്ടാവില്ല? സെക്കൻഡറി ഗ്രൂപ്പിൽ ഉണ്ടാവില്ല. അപ്പൊ വലിയൊരു റെസ്പെക്ടേഷൻ ഏതിന് കൊടുക്കില്ല? സെക്കൻഡറി ഗ്രൂപ്പിലുള്ള ആളുകൾക്ക് ഉണ്ടാവില്ല. അപ്പൊ സെക്കൻഡറി ഗ്രൂപ്പിന് എക്സാമ്പിൾ ആണ് ഫുട്ബോൾ ടീം, മ്യൂസിക് ക്ലബ്ബ്, ഫാക്ടറി, ആർമി തുടങ്ങിയവരൊക്കെയാണ് സെക്കൻഡറി ഗ്രൂപ്പിന് എക്സാമ്പിൾ ആയിട്ട് ഇവിടെ ചൂണ്ടിക്കാണിക്കുന്നത്. അപ്പൊ എന്താണ് സെക്കൻഡറി ഗ്രൂപ്പ്? പ്രൈമറി ഗ്രൂപ്പിന്റെ ഓപ്പോസിറ്റ് ആണ് സെക്കൻഡറി ഗ്രൂപ്പ്. അവിടെ വലിയൊരു എന്താ പറയുന്നത്, ബന്ധം എന്ന് പറയുന്നത് ലിമിറ്റഡ് ആയിരിക്കും. അതേ ഫോർമൽ ആയിട്ടുള്ള ഇമ്പേഴ്സണൽ ആയിട്ടുള്ള ബന്ധമായിരിക്കും. ഇതൊക്കെയാണ് സെക്കൻഡറി ഗ്രൂപ്പിന്റെ പ്രത്യേകതയായിട്ട് ഇവിടെ ചൂണ്ടിക്കാണിക്കുന്നത്. അടുത്ത ടോപ്പിക് ഡിഫറൻസ് ബിറ്റ്വീൻ പ്രൈമറി ആൻഡ് സെക്കൻഡറി ഗ്രൂപ്പ്. പ്രൈമറി ഗ്രൂപ്പും സെക്കൻഡറി ഗ്രൂപ്പും തമ്മിലുള്ള വ്യത്യാസങ്ങൾ എന്തൊക്കെയെന്നാണ് നമ്മൾ പറയുന്നത്. പ്രൈമറി ഗ്രൂപ്പും സെക്കൻഡറി ഗ്രൂപ്പും ഏതൊക്കെ രീതിയിലുള്ള വ്യത്യാസങ്ങളാണ് ഉള്ളത് എന്നാണ് ഇനി നമ്മൾക്ക് ഡിസ്കഷൻ നടത്താനുള്ളത്. ഒന്നാമത്തെ വ്യത്യാസം എന്ന് പറയുന്നത് സൈസ് ഓഫ് പ്രൈമറി ഗ്രൂപ്പ് ഈസ് സ്മാൾ. പ്രൈമറി ഗ്രൂപ്പിന്റെ സൈസ് എന്ന് പറയുന്നത് സ്മാൾ ആയിരിക്കും, ചെറുതായിരിക്കും. എന്നാൽ സെക്കൻഡറി ഗ്രൂപ്പിന്റെ സൈസ് എന്ന് പറയുന്നത് ബിഗ്ഗർ ആയിരിക്കും. പ്രൈമറി ഗ്രൂപ്പിന്റെ സൈസ് എപ്പോഴും സ്മാൾ ആയിരിക്കും, സെക്കൻഡറി ഗ്രൂപ്പിന്റെ സൈസ് എപ്പോഴും ബിഗ്ഗർ ആയിരിക്കും, വലുതായിരിക്കും. അടുത്ത വ്യത്യാസം there are exist a personal and intimate relationship among members of a primary group. വ്യക്തിപരമായ കാര്യങ്ങളും പേഴ്സണൽ ആയിട്ടും വ്യക്തിപരമായിട്ടുള്ള ബന്ധം പുലർത്തുന്നതായിരിക്കും പ്രൈമറി ഗ്രൂപ്പ്. എന്നാൽ സെക്കൻഡറി ഗ്രൂപ്പ് എന്ന് പറയുന്നത് റിലേറ്റീവ്ലി ഇമ്പേഴ്സണൽ ആയിരിക്കും. വ്യക്തിപരമായിട്ടുള്ള ബന്ധം കമ്മിയായിരിക്കും, കുറവായിരിക്കും. പ്രൈമറി ഗ്രൂപ്പില് റിലേറ്റീവ്ലി പേഴ്സണൽ ആയിരിക്കും. എന്നാൽ സെക്കൻഡറി ഗ്രൂപ്പില് റിലേറ്റീവ്ലി ഇമ്പേഴ്സണൽ ആയിരിക്കും. വ്യക്തിപരമായ ബന്ധം ഏതിൽ കുറവായിരിക്കും? സെക്കൻഡറി ഗ്രൂപ്പില് കുറവായിരിക്കും. അതേപോലെ തന്നെ there is much face to face communication among members of a primary group. പ്രൈമറി ഗ്രൂപ്പിൽ എപ്പോഴും ഫേസ് ടു ഫേസ് കമ്മ്യൂണിക്കേഷൻ ഉണ്ടായിരിക്കും. മുഖാമുഖമുള്ള കമ്മ്യൂണിക്കേഷൻ പ്രൈമറി ഗ്രൂപ്പിൽ ഉണ്ടായിരിക്കും. എന്നാൽ സെക്കൻഡറി ഗ്രൂപ്പില് ലിറ്റിൽ ഫേസ് ടു ഫേസ് കമ്മ്യൂണിക്കേഷൻ, അങ്ങനെ മുഖാമുഖമുള്ള കമ്മ്യൂണിക്കേഷൻ ഏതില് കുറവായിരിക്കും? സെക്കൻഡറി ഗ്രൂപ്പിൽ കുറവായിരിക്കും. ഇതാണ് 3 പറഞ്ഞത്. അടുത്ത പോയിന്റ് ആണ്, 4ാമത്തെ പോയിന്റ് ആണ് members have a strong sense of loyalty of we feeling in a primary group. we ഞങ്ങൾ എന്ന ഫീലിംഗ് ഏതിലുണ്ടാവുക? പ്രൈമറി ഗ്രൂപ്പിലായിരിക്കും ഉണ്ടാവുക. എന്നാൽ സെക്കൻഡറി ഗ്രൂപ്പില് ഒരു ഫോർമാലിറ്റി പ്രിവൈൽസ് ആയിരിക്കും. ഒരു ഫോർമാലിറ്റിക്ക് വേണ്ടിയിട്ടുള്ള ഒരു ഫീലിംഗ് ഉണ്ടാവുള്ളൂ, അല്ലാതെ വളരെ അടുത്ത ബന്ധം ഉണ്ടാവില്ല. ഞങ്ങൾ എന്ന ബന്ധം എപ്പോഴും പ്രൈമറിയിലാ വരിക. ഞങ്ങൾ എന്ന ബന്ധം ഏതിൽ വരില്ല? സെക്കൻഡറിയിൽ വരില്ല. അതൊരു ഒരു ഫോർമാലിറ്റിക്ക് വേണ്ടി മാത്രമുള്ള ഒരു ബന്ധം ഏതിലുണ്ടായിരിക്കുള്ളൂ? സെക്കൻഡറിയിൽ ഉണ്ടായിരിക്കുക. 5ാമത്തെ പോയിന്റ് ആണ് ഇൻഫോർമാലിറ്റി ഈസ് മോസ്റ്റ് കോമൺ ഇൻ പ്രൈമറി ഗ്രൂപ്പ്. ഫോർമാലിറ്റി എന്ന് പറയുന്നത് ഇൻഫോർമാലിറ്റിയാണ്. ഇൻഫോർമാലിറ്റി ഈസ് മോസ്റ്റ് കോമൺ ഇൻ പ്രൈമറി ഗ്രൂപ്പ്. പ്രൈമറി ഗ്രൂപ്പില് ഇൻഫോർമാലിറ്റി ആയിരിക്കും ഉണ്ടായിരിക്കുക. എന്നാൽ സെക്കൻഡറി ഗ്രൂപ്പില് ഫോർമാലിറ്റി ആവും ഉണ്ടാവുക. ഒരു ഫോർമാലിറ്റിക്ക് വേണ്ടിയിട്ട്, ഒരു ഔപചാരികമായിട്ട്, ഒരു മര്യാദക്ക് വേണ്ടിയിട്ട്. പക്ഷെ അതുകൊണ്ടാണ് പ്രൈമറി ഗ്രൂപ്പിൽ ഇൻഫോർമാലിറ്റി ആയിരിക്കും, എന്നാൽ സെക്കൻഡറി ഗ്രൂപ്പില് ഫോർമാലിറ്റി ആയിരിക്കും. അതാണ് ആ മാറ്റം. പ്രൈമറി ഗ്രൂപ്പ് പറഞ്ഞാൽ അടുത്ത ബന്ധ, അവിടെ ഫോർമാലിറ്റി വേണ്ട, ഇൻഫോർമാലിറ്റി മതി. എന്നാൽ സെക്കൻഡറി ഗ്രൂപ്പിൽ ഫോർമാലിറ്റി ആയിരിക്കും. ഒരു പ്രത്യേകതയ്ക്ക് വേണ്ടിയിട്ടോ അല്ലെങ്കിൽ അങ്ങനെ അല്ലേന്ന് കരുതിയിട്ട് മാത്രമായിരിക്കും. അടുത്ത ബന്ധം ഏതിലുണ്ടാവില്ല? സെക്കൻഡറിയിൽ ഉണ്ടായിരിക്കില്ല. 6ാമത്തെ പോയിന്റ് ആണ് പ്രൈമറി ഗ്രൂപ്പ് ആർ റിലേഷൻഷിപ്പ് ഓറിയന്റഡ്. പ്രൈമറി ഗ്രൂപ്പ് എപ്പോഴും ഒരു ഓറിയന്റഡ് ആയിരിക്കും. എന്നാൽ സെക്കൻഡറി ഗ്രൂപ്പ് ഗോൾ ഓറിയന്റഡ് ആണ്, ലക്ഷ്യത്തിന് വേണ്ടിയിട്ട് മാത്രമായിരിക്കും. പ്രൈമറി ഗ്രൂപ്പ് ലക്ഷ്യത്തിനല്ല, സ്നേഹബന്ധത്തിനായിരിക്കും. അതുകൊണ്ടാണ് അവിടെ വെറും ഓറിയന്റഡ് എന്ന് പറയാനുള്ള കാരണം. അവിടെ ബന്ധത്തിന്റെ ഓറിയന്റേഷൻ ആണെങ്കിൽ സെക്കൻഡറി ഗ്രൂപ്പ് ഗോൾ ഓറിയന്റഡ് ആയിരിക്കും. പ്രൈമറി ഗ്രൂപ്പ് ഒരു റിലേഷൻഷിപ്പ് ഓറിയന്റഡ് ആട്ടോ, ബന്ധത്തിന് വേണ്ടിയുള്ള കൂടിച്ചേരലാണ്. എന്നാൽ സെക്കൻഡറി ഗ്രൂപ്പില് ലക്ഷ്യത്തിന് വേണ്ടിയുള്ള കൂടിച്ചേരലായിരിക്കും. 7ാമത്തെ പോയിന്റ് ആണ്
In primary group, the relation are inclusive and that is where the absence of one person cannot fulfilled by another. പ്രൈമറി ഗ്രൂപ്പിലെ ബന്ധം എന്ന് പറയുന്നത് എങ്ങനെയാണ്? വളരെയധികം സംതൃപ്തപരമായിരിക്കും. എന്നാൽ ഇൻക്ലൂസീവ്നെസ് ഓഫ് റിലേഷൻ, ഉള്ളിലേക്ക് ആഴ്ന്നിറങ്ങിയ ബന്ധമായിരിക്കും. വളരെ ഫുൾഫിൽ ആയിട്ടുള്ള ആഴ്ന്നിറങ്ങിക്കൊണ്ടുള്ള ഒരു ബന്ധമായിരിക്കും പ്രൈമറി ഗ്രൂപ്പിൽ ഉണ്ടായിരിക്കുക. എന്നാൽ സെക്കൻഡറി ഗ്രൂപ്പിൽ എങ്ങനെയായിരിക്കും? ഈസിലി ബി സബ്സ്റ്റിറ്റ്യൂട്ടഡ് ഫോർ അനദർ, ഒരു വ്യക്തിക്ക് പകരം മറ്റൊരു വ്യക്തി. സെക്കൻഡറി ഗ്രൂപ്പ് ആവുമ്പോ ഒരു വ്യക്തിക്ക് പകരം മറ്റൊരു വ്യക്തിയെ ഉണ്ടാവുള്ളൂ. അല്ലാതെ അവിടെ ബന്ധം എന്ന് പറയുന്നത് ഒരു ആത്മാർത്ഥമായ ബന്ധമാവില്ല ഏതിലുണ്ടാവുക? സെക്കൻഡറി ഗ്രൂപ്പിൽ. പ്രൈമറി ഗ്രൂപ്പ് ആയിരിക്കുമ്പോൾ ആത്മാർത്ഥമായ ബന്ധമായിരിക്കും. എന്നാൽ പ്രൈമറി ഗ്രൂപ്പ് ആയിരിക്കുമ്പോൾ ആത്മാർത്ഥമായ ബന്ധമായിരിക്കും. എന്നാൽ സെക്കൻഡറി ഗ്രൂപ്പ് ആയിരിക്കുമ്പോൾ എങ്ങനെയായിരിക്കും? സബ്സ്റ്റിറ്റ്യൂട്ടഡ് ആണ്, ഒരാൾ അല്ലെങ്കിൽ മറ്റൊരാൾ. അതാണ് സെക്കൻഡറി ഗ്രൂപ്പ്. അടുത്തത് 8ാമത്തെ പോയിന്റ് ആണ് വിർച്വസ് ലൈക്ക് ലവ്, സിമ്പതി, മ്യൂച്വൽ ഹെൽപ്പ്. സ്നേഹം, ദയാനുഭൂതി, സഹായം തുടങ്ങിയൊക്കെ ഏതിൽ വരുന്ന പറയുന്നത്? പ്രൈമറിയിൽ വരും. എന്നാൽ സെക്കൻഡറി ഗ്രൂപ്പിൽ സെൽഫ് ഇൻട്രസ്റ്റ് ആൻഡ് ഇൻഡിവിജ്വാലിറ്റി, ഒരു സ്വന്തം താല്പര്യത്തിനും വ്യക്തിത്വത്തിനും വേണ്ടിയായിരിക്കും ഏതുണ്ടാവുക? സെക്കൻഡറി ഗ്രൂപ്പ്. പ്രൈമറി ഗ്രൂപ്പ് ആയിരിക്കുമ്പോൾ സ്നേഹത്തിന് വേണ്ടിയിട്ടും സിമ്പതിക്ക് വേണ്ടിയിട്ടും മ്യൂച്വൽ ഹെൽപ്പിന് വേണ്ടിയിട്ടൊക്കെയാണ് പ്രൈമറി ഗ്രൂപ്പ് ഇമ്പോർട്ടൻസ് കൊടുക്കുക എങ്കിൽ സെക്കൻഡറി ഗ്രൂപ്പ് ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത് സെൽഫ് ഇൻട്രസ്റ്റിന് വേണ്ടിയിട്ടും ഇൻഡിവിജ്വാലിറ്റിക്ക് വേണ്ടിയിട്ടും ആയിരിക്കും. ഇത്രയാണ് ഇതിൽ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള പോയിന്റ് ആയിട്ട് 8 പോയിന്റ്. ഇനി 9, 10, 11 3 പോയിന്റും കൂടി ഉണ്ട്. ജസ്റ്റ് ഒന്ന് ഞാൻ പറയാം. ഗ്രൂപ്പ് ഡിസിഷൻ ആർ മേർ ട്രഡീഷണൽ ആൻഡ് നോൺ റാഷണൽ ഇൻ പ്രൈമറി ഗ്രൂപ്പ്. പ്രൈമറി ഗ്രൂപ്പിലെ തീരുമാനങ്ങൾ എന്ന് പറയുന്നത് ട്രഡീഷണൽ ആയിരിക്കും, പരമ്പരാഗതമായിരിക്കും. എന്നാൽ നോൺ റാഷണലുമായിരിക്കും. പ്രൈമറി ഗ്രൂപ്പിലെ ഡിസിഷൻ എന്ന് പറഞ്ഞാൽ തീരുമാനങ്ങൾ എന്ന് പറയുന്നത് ഒരു ട്രഡീഷണലും ആയിരിക്കും, നോൺ റാഷണലും ആയിരിക്കും. എന്നാൽ സെക്കൻഡറി ഗ്രൂപ്പിലെ തീരുമാനങ്ങൾ എന്ന് പറയുന്നത് മോർ റാഷണൽ ആയിരിക്കും. അതേപോലെ തന്നെ എഫിഷ്യൻസി, കാര്യക്ഷമതയ്ക്ക് വേണ്ടിയിട്ടുമായിരിക്കും. അതാണ് ആ മാറ്റം. പ്രൈമറി ഗ്രൂപ്പിലെ ഡിസിഷൻ എന്ന് പറയുന്നത് ട്രഡീഷണലും ആണ്, നോൺ റാഷണലും ആണ്, റാഷണൽ അല്ലായിരിക്കും. എന്നാൽ സെക്കൻഡറി ഗ്രൂപ്പില് റാഷണൽ കൂടുതൽ റാഷണൽ ആയിരിക്കും, മാത്രമല്ല എഫിഷ്യൻസിക്ക് അടിസ്ഥാനപ്പെടുത്തിയായിരിക്കും. 10ാമത്തെ പോയിന്റ് ആണ് ദ പൊസിഷൻ ഓഫ് എ പേഴ്സൺ ഈസ് ഫിക്സഡ്. പ്രൈമറി ഗ്രൂപ്പിന്റെ പൊസിഷൻ എന്ന് പറയുന്നത് ഫിക്സഡ് ആണ്. ഹിസ് ഹെർ ബർത്ത് ഓർഡർ ആൻഡ് ഏജ് ഇൻ പ്രൈമറി ഗ്രൂപ്പ്, അവിടെ പ്രായത്തിനനുസരിച്ചിട്ടൊക്കെ ആയിരിക്കും. അതുകൊണ്ട് പ്രൈമറി ഗ്രൂപ്പിന്റെ പൊസിഷൻ എന്ന് പറയുന്നത് ഒരു ഫിക്സഡ് ആയിരിക്കും. എന്നാല് സെക്കൻഡറി ഗ്രൂപ്പില് എങ്ങനെയായിരിക്കും എന്നാ പറയുന്നത്? റോളിനനുസരിച്ചായിരിക്കും, പങ്കിനനുസരിച്ചായിരിക്കും. നമ്മളുടെ റോളിനനുസരിച്ചായിട്ടും ആയിരിക്കും സെക്കൻഡറി ഗ്രൂപ്പിൽ ഉണ്ടായിരിക്കുക. അതേപോലെ തന്നെ പ്രൈമറി ഗ്രൂപ്പിലെ പ്രൈമറി ഇൻ ടൈം ആൻഡ് ഇമ്പോർട്ടൻസ്, പ്രൈമറി ഗ്രൂപ്പില് ടൈമിന് പ്രാധാന്യം കൊടുക്കും. എന്നാൽ സെക്കൻഡറി ഗ്രൂപ്പില് സെക്കൻഡറി ഗ്രൂപ്പ് ആർ ആൾവേസ് സെക്കൻഡറി ഇൻ ഇമ്പോർട്ടൻസ്. പ്രൈമറി ഗ്രൂപ്പ് എപ്പോഴും പ്രൈമറി ടൈമിനാണ് പ്രാധാന്യം കൊടുക്കുക. എന്നാൽ സെക്കൻഡറി ഗ്രൂപ്പ് സെക്കൻഡറിക്കാണ് ഇമ്പോർട്ടൻസ് കൊടുക്കുക. അപ്പൊ ഇതൊക്കെയാണ് അതിൽ 8 പോയിന്റ് ആട്ടോ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ളത്. അതാണ് ഞാൻ എഴുതിയിട്ടിട്ട് പറഞ്ഞു തന്നത്. ഇത്രയും കാര്യങ്ങളാണ് ഇതിൽ ഇമ്പോർട്ടന്റ് ആയിട്ട് നമുക്ക് പറയാനുണ്ടായിരുന്നത്. ഇനി നമുക്ക് പ്രൈമറിയും സെക്കൻഡറിയും തമ്മിലുള്ള ബന്ധം എന്താണ്, എന്തൊക്കെയായിരിക്കാം പ്രൈമറിയും സെക്കൻഡറിയും തമ്മിലുള്ള റിലേഷൻ എന്ന് നമുക്ക് നോക്കാം. അതടുത്ത് ഇതിൽ നമുക്ക് എന്താന്ന് നോക്കാം കേട്ടോ. അപ്പോ ഇത്രയും കാര്യങ്ങളാണ്. സെക്കൻഡറി ഗ്രൂപ്പ് എന്താന്ന് പറഞ്ഞു, സെക്കൻഡറി ഗ്രൂപ്പും പ്രൈമറി ഗ്രൂപ്പും തമ്മിലുള്ള ഡിഫറൻസ്, പ്രധാനപ്പെട്ട 8 പോയിന്റ്സ് പറഞ്ഞു. ഇനി നമ്മൾക്ക് പറയാനുള്ളത് പ്രൈമറിയും സെക്കൻഡറി തമ്മിലുള്ള ബന്ധം എന്താണ്. ഇപ്പൊ ഡിഫറൻസ് ആണ് നമ്മൾ പറഞ്ഞത്. ഇനി നമുക്ക് പറയാനുള്ളത് ബന്ധമാണ്. അതെന്തായാലും നമുക്ക് പരിശോധിക്കാം. ഓക്കെ, അപ്പൊ കുട്ടികളെ നമ്മള് പ്രൈമറി ഗ്രൂപ്പും സെക്കൻഡറി ഗ്രൂപ്പും എന്താന്ന് പഠിച്ചു, അതിന്റെ ഡിഫറൻസും പഠിച്ചു. ഇനി അതിന്റെ റിലേഷനാണ് നമ്മൾ അടുത്തതായിട്ട് പറയാൻ പോകുന്നത്. പ്രൈമറി ഗ്രൂപ്പും സെക്കൻഡറി ഗ്രൂപ്പും എത്രത്തോളം ബന്ധം പുലർത്തുന്നുണ്ട് എന്നാണ് നമ്മൾ ഇനി ഈ ടോപ്പിക്കുകളിലൂടെ പറയുന്നത്. ശ്രദ്ധിച്ചോളൂ. പ്രൈമറി ആൻഡ്
എമംഗ് പ്രൈമറി ആൻഡ് സെക്കൻഡറി റിലേഷൻ ഇൻ മോഡേൺ വേൾഡ്. ഈ ആധുനിക ലോകത്ത് പ്രൈമറിയും സെക്കൻഡറിയും ഏതൊക്കെ രീതിയിൽ ബന്ധം പുലർത്തുന്നു എന്ന് നമുക്ക് നോക്കാം. എമംഗ് primitive people and in village and small town community, individual are linked together for the most part by primary bond. The other members of the group are known as person, not merely as representative of position in the formal order. അതായത് എന്താ ഇവിടെ പറയുന്നത്? എമംഗ് പ്രിമിറ്റീവ് പീപ്പിൾ, പ്രിമിറ്റീവ് പീപ്പിൾ എന്ന് പറഞ്ഞാൽ ആരാ? പ്രാകൃത ജനങ്ങളും, ആൻഡ് ഇൻ വില്ലേജ് ഗ്രാമീണരും, സ്മാൾ ടൗൺ കമ്മ്യൂണിറ്റി നഗര സമൂഹങ്ങളും. അപ്പോ പ്രിമിറ്റീവ് പീപ്പിൾസും വില്ലേജസും സ്മാൾ ടൗൺ കമ്മ്യൂണിറ്റിയും എങ്ങനെയാണ്? സ്മാൾ ടൗൺ കമ്മ്യൂണിറ്റിയിലെ ഇൻഡിവിജ്വൽസ് ഒക്കെ എപ്പോഴും ഒരു ലിങ്ക്ഡ് ടുഗദർ ആണ്, എപ്പോഴും അവരൊരു ബന്ധം പുലർത്തുന്നുണ്ട്. ആരൊക്കെ? പ്രാകൃത സമൂഹവും, പിന്നെ ഗ്രാമീണ സമൂഹവും, പിന്നെ സ്മാൾ ടൗൺ കമ്മ്യൂണിറ്റി ചെറിയ നഗര സമൂഹവും. നമുക്കറിയാം ഇപ്പൊ ഈ ആദിവാസി സമൂഹങ്ങളൊക്കെ നമുക്ക് കാട്ടിലുള്ള വസ്തുക്കളൊക്കെ ആദിവാസി സമൂഹങ്ങള് എവിടേക്ക് എത്തിക്കും? ഗ്രാമത്തിലേക്ക് എത്തിക്കും. ഗ്രാമീണരാണ് അത് എവിടേക്ക് എത്തിക്കുക? ചെറു നഗരങ്ങളിലേക്ക് എത്തിക്കുക. അപ്പൊ അവിടെ ഒരു ഇന്റർ റിലേഷൻ, ഒരു ബന്ധമുണ്ട്. അതുകൊണ്ടാണ് പറയുന്നത് പ്രിമിറ്റീവ് പീപ്പിൾ, വില്ലേജസ്, സ്മാൾ ടൗൺ കമ്മ്യൂണിറ്റി, ഇവിടുത്തെ ഒക്കെ ഇൻഡിവിജ്വൽസ് എപ്പോഴും എങ്ങനെയാണ് എന്നാ പറയുന്നത്? ലിങ്ക്ഡ് ടുഗദർ ഫോർ മോസ്റ്റ് പാർട്ട് ബൈ പ്രൈമർലി ബോണ്ട്. ദ അതർ മെമ്പേഴ്സ് ഓഫ് ദ ഗ്രൂപ്പ് ആർ നോൺ ആസ് പേഴ്സൺ, നോട്ട് മെർലി ആസ് റെപ്രസെന്റേറ്റീവ് ഓഫ് പൊസിഷൻ ഇൻ ദ ഫോർമൽ ഓർഡർ. ഔപചാരികമായി ഈ ഗ്രൂപ്പുകളൊക്കെ എപ്പോഴും പരസ്പരം എന്ത് ചെയ്യുന്നുണ്ട് എന്നാ പറയുന്നത്? ബന്ധം പുലർത്തുന്നു. അതാണ് പ്രൈമറി ഗ്രൂപ്പും സെക്കൻഡറി ഗ്രൂപ്പും തമ്മിലുള്ള റിലേഷൻ ആയിട്ട് പറയുന്നത്. ഇപ്പൊ പ്രൈമറി ഗ്രൂപ്പും സെക്കൻഡറി ഗ്രൂപ്പും തമ്മിലുള്ള ബന്ധം എന്ന് പറഞ്ഞു കഴിഞ്ഞാല് എവിടെയാണ്? പ്രിമിറ്റീവ് പീപ്പിൾസ്, പ്രിമിറ്റീവ് പ്രാകൃത ജനങ്ങളും ഗ്രാമീണരും ചെറിയ നഗര കമ്മ്യൂണിറ്റിയിലെ ഇൻഡിവിജ്വൽസ് ഒക്കെ പരസ്പരം എപ്പോഴും ബന്ധം പുലർത്തും. അങ്ങനെ ബന്ധം പുലർത്തുന്നതിലൂടെ അവരെ the members the group are known as person. അപ്പൊ ഇവരൊക്കെ ഈ ഗ്രൂപ്പിനെയൊക്കെ നമുക്ക് എന്ത് ചെയ്യാം? ഒരു ഫോർമൽ ഓർഡർ, ഔപചാരിക ക്രമം എന്ന് നമുക്ക് അവരെ വിശേഷിപ്പിക്കാം. മാത്രല്ല എന്തിനൊക്കെ വേണ്ടി ഒരു ബന്ധം പുലർത്താറുണ്ട് എന്നാ പറയുന്നത്? ഇപ്പൊ നമുക്കറിയാം ആരൊക്കെ ആയിരിക്കും അപ്പൊ ബന്ധം പുലർത്തുക? കൗൺസിലർമാര്, ഡിസിപ്ലിനേറിയൻ, ടീച്ചറ്, ഫ്രണ്ട്സ് ആൻഡ് സോ ഓൺ. അവിടെ അപ്പൊ പ്രൈമറി ഗ്രൂപ്പും സെക്കൻഡറി ഗ്രൂപ്പും തമ്മിലുള്ള ഒന്നിച്ചിട്ടുള്ള ബന്ധമാണ് അതിലൊക്കെ വരുന്നത്. നമുക്കറിയാം പ്രൈമറി ഗ്രൂപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ രക്തബന്ധമുള്ളവരായിരിക്കും. സെക്കൻഡറി ഗ്രൂപ്പ് പറഞ്ഞാല് പ്രൈമറിന്റെ ഓപ്പോസിറ്റ് ആയിരിക്കും. അതൊക്കെ നമ്മൾ പറഞ്ഞു. പക്ഷെ പ്രൈമറിയും സെക്കൻഡറിയും ചില കാര്യങ്ങളിൽ ബന്ധം പുലർത്തുന്നുണ്ട്, വളരെ അടുത്ത ബന്ധം പുലർത്തുന്നുണ്ട്. അവരാണ് ആരൊക്കെ? കൗൺസിലർമാരായിട്ട് നമ്മൾ വളരെ അടുത്ത ബന്ധം പുലർത്തും. ഡിസിപ്ലിനേറിയൻസ് ആയിട്ട് നമ്മൾ വളരെയധികം ബന്ധം പുലർത്തും. ഒരു ടീച്ചറായിട്ടും വളരെ അധിക ബന്ധം പുലർത്തും. ഒരു ഫ്രണ്ട്. അപ്പൊ ഇതൊക്കെയാണ് പ്രൈമറിയും സെക്കൻഡറിയും തമ്മിലുള്ള അടുത്ത ബന്ധം പുലർത്തുന്നവരായിട്ട് ഇവിടെ ചൂണ്ടിക്കാണിക്കുന്നത് കേട്ടോ. ഇനി നമുക്ക് എടുക്കാനുള്ളതാണ് ടാസ്ക് ഗ്രൂപ്പ്. എന്താണ് ടാസ്ക് ഗ്രൂപ്പ് എന്ന് നമുക്ക് നോക്കാം. ടാസ്ക് ഗ്രൂപ്പ് എന്ന് പറയുമ്പോൾ എന്താണ് അതിൽ വരുന്നത് എന്ന് നോക്കിക്കോളൂ. ടാസ്ക് ഗ്രൂപ്പ്. സം ഗ്രൂപ്പ് ആർ നെയ്തർ ക്ലിയർലി പ്രൈമറി നോർ സെക്കൻഡറി but are intermediate. Some group are neither clearly primary nor secondary but are intermediate. അതായത് ചില ഗ്രൂപ്പുകൾ പ്രാഥമികമായോ ദ്വിതീയമായോ അല്ല, മറിച്ച് ഇന്റർമീഡിയറ്റ് ആണ്. അതിനെയാണ് ടാസ്ക് ഗ്രൂപ്പ് അറിയാം. ചില ഗ്രൂപ്പുകള് പ്രാഥമികമായിട്ടും അല്ല, ദ്വിതീയമായിട്ടുമല്ല, പ്രൈമറി ആയിട്ടുമല്ല, സെക്കൻഡറി ആയിട്ടുമല്ല. പിന്നെ എങ്ങനെയാണെന്നാ പറയുന്നത്? സം ഗ്രൂപ്പ് ആർ നെയ്തർ ക്ലിയർലി പ്രൈമർലി നോർ സെക്കൻഡറി ബട്ട് ആർ ഇന്റർമീഡിയറ്റ്. പ്രാഥമികമായിട്ടുമല്ല ദ്വിതീയമായിട്ടുമല്ല, അല്ലാതെ തന്നെ ചില ഗ്രൂപ്പുകൾ എന്ത് ചെയ്യാറുണ്ട് എന്നാ പറയുന്നത്? ഇന്റർമീഡിയറ്റ് ആയിരിക്കും. ഇത്തരം ഗ്രൂപ്പുകളെയാണ് നമ്മൾ എന്ത് പറയാ? ടാസ്ക് ഗ്രൂപ്പ് എന്ന് പറയാ. പ്രാഥമികമായിട്ടുമല്ല
ദ്വിതീയമായിട്ടും അല്ല ബന്ധം പുലർത്തുന്നത്, ഇന്റർമീഡിയറ്റ് ആയിട്ട് ബന്ധം പുലർത്തുന്ന ഗ്രൂപ്പുകൾ ഉണ്ടായിരിക്കും. അതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ടാസ്ക് ഗ്രൂപ്പ് എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ some group are neither clearly primarily nor secondary but are intermediate with some features of each. Task group are small group formed to do some task or set of tasks. They include work teams, committee, panel of many അതേപോലെ തന്നെ മെനി ഫോർഡ്സ്. അപ്പോൾ ടാസ്ക് ഗ്രൂപ്പ് എന്ന് പറയുമ്പോൾ എന്തിനു വേണ്ടിയിട്ടായിരിക്കും അവര്? ചെറിയ ഗ്രൂപ്പ് ആയിരിക്കും ടാസ്ക് ഗ്രൂപ്പ്. അതായത് സം ടാസ്ക് ഓർ ഒരു ടാസ്കിന് വേണ്ടിയിട്ട്. ഏതൊക്കെ? വർക്ക് ടീമുകൾ ഉണ്ടാവും, കമ്മിറ്റികൾ ഉണ്ടാവും, അതേപോലെ പാനൽ ഓഫ് മെനി ഫോർഡ്സ് ഉണ്ടായിരിക്കും. ഇത്തരം ഗ്രൂപ്പുകളെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ടാസ്ക് ഗ്രൂപ്പ് എന്ന് പറയുന്നത്. അപ്പൊ ടാസ്ക് ഗ്രൂപ്പ് എന്ന് പറയുമ്പോൾ അതിലെ ആരൊക്കെ വരും? കമ്മിറ്റികൾ വരും, അതേപോലെ തന്നെ വർക്ക് ടീംസ് വരും, പാനൽസ് വരും. ഇത്തരം ഗ്രൂപ്പുകളെയാണ് ടാസ്ക് ഗ്രൂപ്പ്. ടാസ്ക് ഗ്രൂപ്പിൽ ഒരിക്കലും പ്രൈമറിയും വരില്ല, സെക്കൻഡറിയും വരില്ല. അത് ഇന്റർമീഡിയറ്റ് ഗ്രൂപ്പ് ആയിരിക്കും. മാത്രല്ല അത് ചെറിയൊരു സ്മാൾ ഗ്രൂപ്പാണ്. ചില പ്രത്യേക ടാസ്കിന് വേണ്ടിയിട്ട് ചില പ്രത്യേക, ഇപ്പൊ നമുക്കൊരു എക്സാമ്പിൾ ആയിട്ട് ചൂണ്ടിക്കാണിക്കാം, ബിഗ് ബോസ്. അതിൽ ഒരുപാട് ആളുകളുണ്ട്. ആ ആളുകള് ഒരു ടാസ്കാണ്, അവിടെ ഒരു ടാസ്കാണ് നടക്കുന്നത്. അപ്പൊ അത്തരത്തിലുള്ള ചില ടാസ്കുകൾക്ക് വേണ്ടി ഗ്രൂപ്പായിട്ട് ബന്ധം പുലർത്തുന്നതായിരിക്കും ഏത്? ടാസ്ക് ഗ്രൂപ്പ് എന്ന് പറയുന്നത്. ചില കാര്യങ്ങൾക്ക് ഒരു പ്രത്യേക ലക്ഷ്യത്തിന് വേണ്ടി ചില ആളുകൾ, ചില ടാസ്കിന് വേണ്ടി ചില ആളുകൾ ഒത്തൊരുമിച്ച് താമസിക്കുന്നതിനെയാണ് എന്ത് പറയുക? ടാസ്ക് ഗ്രൂപ്പ് എന്ന് പറയുന്നത്. അടുത്തത് നമുക്ക് എടുക്കാനുള്ളതാണ് ജെമിൻഷാഫ്റ്റ് ആൻഡ് ജെസൽഷാഫ്റ്റ്. എന്താണ് ജെമിൻഷാഫ്റ്റും അതേപോലെ തന്നെ ജെസൽഷാഫ്റ്റും എന്ന് നമുക്ക് നോക്കാം. ഇപ്പൊ ടാസ്ക് ഗ്രൂപ്പ് എന്താന്ന് നമ്മൾ മനസ്സിലാക്കി കഴിഞ്ഞു. ഇനി നമുക്ക് ജെമിൻഷാഫ്റ്റും ജെസൽഷാഫ്റ്റും എന്താ എന്ന് നോക്കാം. ടാസ്ക് ഗ്രൂപ്പ് എന്താന്ന് നിങ്ങൾക്ക് മനസ്സിലായി. കാരണം ചെറിയ ചെറിയ ടാസ്കുകൾക്ക് വേണ്ടി നിലനിൽക്കുന്ന ഗ്രൂപ്പുകളെയാണ് നമ്മൾ എന്ത് പറയുക? ടാസ്ക് ഗ്രൂപ്പ് എന്ന് പറയുക കേട്ടോ. ഇനി ജെമിൻഷാഫ്റ്റും ജെസൽഷാഫ്റ്റും ആണ് പറയാനുള്ളത്. എന്താണ് ജെമിൻഷാഫ്റ്റ് ആൻഡ് ജെസൽഷാഫ്റ്റ് എന്ന് നോക്കൂ. Somewhat similar to the concept of primary and secondary group are the concept of Jeminshaft and Jesselshaft, developed by Ferdinand Tönnies 1887. അതായത് പ്രൈമറിയും സെക്കൻഡറിയും തമ്മിലുള്ള സിമിലർ അടുത്ത ബന്ധത്തെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ജെമിൻഷാഫ്റ്റ് ആൻഡ് ജെസൽഷാഫ്റ്റ് എന്ന് പറയാം. Somewhat similar to the concept of primary and secondary group are the concept of Jeminshaft and Jesselshaft. അതായത് പ്രൈമറിയും സെക്കൻഡറിയും തമ്മിലുള്ള ബന്ധത്തെ കുറിച്ച് പറയുന്നതാണ് എന്ത്? ജെമിൻഷാഫ്റ്റും ജെസൽഷാഫ്റ്റും. ഇത് ആരാണ് വികസിപ്പിച്ചത്, ഡെവലപ്പ് ചെയ്തത്? ഫെർഡിനാൻഡ് ടോണീസ് എന്ന് 1887 ഫെർഡിനാൻഡ് ടോണീസ് ആണ് ജെമിൻഷാഫ്റ്റ് ആൻഡ് ജെസൽഷാഫ്റ്റ് എന്ന രണ്ട് തിയറികൾ വികസിപ്പിച്ചത്. മാത്രല്ല എന്താണ് ഇവിടെ അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്? ടു ടേംസ് ട്രാൻസ്ലേറ്റ് റൗഷ്ലി ആസ് കമ്മ്യൂണിറ്റി ആൻഡ് സൊസൈറ്റി. സമൂഹവും അതേപോലെ തന്നെ കമ്മ്യൂണിറ്റിയുമാണ്. കമ്മ്യൂണിറ്റി ആൻഡ് സൊസൈറ്റി എന്നതാണ് ഈ രണ്ട് ടേം കൊണ്ടും അർത്ഥമാക്കുന്നത് കേട്ടോ. ഇത് ജെമിൻഷാഫ്റ്റ് ഈസ് എ സോഷ്യൽ സിസ്റ്റം വിച്ച് മോസ്റ്റ് റിലേഷൻഷിപ്പ് ആർ പേഴ്സണൽ ഓർ ട്രഡീഷണൽ. ജെമിൻഷാഫ്റ്റ് എന്ന് പറയുന്നത് ഒരു സാമൂഹിക സമ്പ്രദായമാണ്. മാത്രല്ല അത് പേഴ്സണൽ ആയിട്ടും ട്രഡീഷണൽ ആയിട്ടുള്ള കാര്യങ്ങളാണ് അതിൽ ഉൾക്കൊള്ളുന്നത് കേട്ടോ. എന്നാല് മാത്രല്ല അപ്പൊ ജെമിൻഷാഫ്റ്റ് എന്താന്ന് നിങ്ങൾക്ക് മനസ്സിലായി. ആദ്യം ഞാൻ പറഞ്ഞു ഇവ രണ്ടും തമ്മിൽ എന്താ എന്ന്, ഇവ തമ്മിലുള്ള സിമിലർ ബന്ധം എന്താ എന്ന് വ്യക്തമാക്കുന്നതാണ് ഏത്? പ്രൈമറിയും സെക്കൻഡറിയും തമ്മിലുള്ള ബന്ധം എന്താ എന്ന് വ്യക്തമാക്കുന്നതാണ് ജെമിൻഷാഫ്റ്റും ജെസൽഷാഫ്റ്റും. 1887 ഇത് ഫെർഡിനാൻഡ് ടോണീസ് രൂപം കൊടുത്തത്. മാത്രല്ല ഇവ രണ്ടും ട്രാൻസ്ലേറ്റ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് കമ്മ്യൂണിറ്റി ആൻഡ് സൊസൈറ്റി എന്ന് നിർവചിക്കാം. മാത്രല്ല ജെമിൻഷാഫ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് മോസ്റ്റ് റിലേഷൻഷിപ്പ് ആർ പേഴ്സണൽ ഓർ ട്രഡീഷണൽ.
വ്യക്തിപരമായിട്ടും പരമ്പരാഗതമായിട്ടുള്ള കാര്യങ്ങളാണ് ജെമിൻഷാഫ്റ്റിൽ വരുന്നത്. അതുകൊണ്ട് തന്നെ ഫ്യൂഡൽ പ്രഭുക്കന്മാരെയൊക്കെ കുറിച്ചായിരിക്കും ജെമിൻഷാഫ്റ്റിൽ വരിക കേട്ടോ. എന്നാൽ ജെഫൽഷാഫ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സൊസൈറ്റി ഓഫ് ട്രഡീഷൻ റിപ്ലൈസ്ഡ് വിത്ത് സൊസൈറ്റി ഓഫ് കോൺട്രാക്ട്. പരമ്പരാഗതപരമായ കാര്യങ്ങളെ റിപ്ലൈസ് ചെയ്ത് സമൂഹത്തെ ഒരു കോൺട്രാക്ട്, ഒരു എഗ്രിമെന്റിലൂടെ വിലയിരുത്തുന്നതാണ് ഏത്? ജെഫൽഷാഫ്റ്റ്. സമൂഹത്തെ ഒരു എഗ്രിമെന്റ്, കോൺട്രാക്ട് അഥവാ എഗ്രിമെന്റിലൂടെ വിലയിരുത്തുന്നതാണ് ജെഫൽഷാഫ്റ്റ്. അതുകൊണ്ട് തന്നെ ഇൻ ദി സൊസൈറ്റി നെയ്തർ പേഴ്സണൽ അറ്റാച്ച്മെന്റ് നോൺ ട്രഡീഷണൽ റൈറ്റ് ആൻഡ് ഡ്യൂട്ടീസ് ആർ ഇമ്പോർട്ടന്റ്. ഒരിക്കലും ജെഫൽഷാഫ്റ്റില് ഒരു എന്താണ് പേഴ്സണൽ അറ്റാച്ച്മെന്റിനെ നിരാകരിക്കുന്നുണ്ട്, ട്രഡീഷണൽ റൈറ്റിനെയും പരമ്പരാഗത അവകാശങ്ങളെയും പേഴ്സണൽ അറ്റാച്ച്മെന്റിനെയും ജെഫൽഷാഫ്റ്റ് എന്ത് ചെയ്യുന്നുണ്ട്? നിരാകരിക്കുന്നുണ്ട്. പകരം ഡ്യൂട്ടീസ് ആർ ഇമ്പോർട്ടന്റ്, ഡ്യൂട്ടിക്കാണ് അവിടെ ഇമ്പോർട്ടന്റ് കൊടുക്കുന്നത്. നമ്മുടെ കർത്തവ്യങ്ങൾക്കാണ് ജെഫൽഷാഫ്റ്റ് ഇമ്പോർട്ടന്റ് കൊടുക്കുക, ജെമിൻഷാഫ്റ്റ് ട്രഡീഷനാണ് ഇമ്പോർട്ടന്റ് കൊടുക്കുക. അതാണ് അവ തമ്മിലുള്ള വ്യത്യാസം. ഇനി എന്തൊക്കെയ കാര്യങ്ങളാണ് രണ്ടിലും വരിക എന്ന് പറഞ്ഞുതരാം. ജെമിൻഷാഫ്റ്റിന്റെ റിലേഷൻഷിപ്പും ജെഫൽഷാഫ്റ്റിന്റെ റിലേഷൻഷിപ്പുമാണ് പറയണത്. ജെമിൻഷാഫ്റ്റ് ആയിരിക്കുമ്പോൾ പേഴ്സണൽ ആയിരിക്കും, ഇൻഫോർമൽ ആയിരിക്കും, ട്രഡീഷണൽ ആയിരിക്കും, സെന്റിമെന്റൽ ആയിരിക്കും, ജനറൽ ആയിരിക്കും. ജെമിൻഷാഫ്റ്റ് ആയിരിക്കുമ്പോൾ പേഴ്സണൽ ആണ്, ഇൻഫോർമൽ ആണ്, ട്രഡീഷണൽ ആണ്, സെന്റിമെന്റൽ ആണ്, ജനറൽ ആണ്. എന്നാൽ ജെഫൽഷാഫ്റ്റ് ആയിരിക്കുമ്പോൾ ഇമ്പേഴ്സണൽ ആയിരിക്കും, ഫോർമൽ ആയിരിക്കും, കോൺട്രാക്റ്റൽ ആയിരിക്കും, യൂട്ടാലിറ്റേറിയൻ ആയിരിക്കും, അതേപോലെ റിയലിസ്റ്റിക് ആണ്, ഹാർഡ് ബോയിൽഡ് ആണ്, സ്പെഷ്യലൈസ്ഡ് ആണ്. ഇതാണ് അവ തമ്മിലുള്ള. ഇനി നിങ്ങൾക്ക് ഇത് ഇങ്ങനെ എഴുതാൻ ഓർമ്മ കിട്ടിയിട്ടില്ലെങ്കിൽ ഈ ഡിഫറൻസ് എഴുതി മതി. ജെമിൻഷാഫ്റ്റിന്റെ റിലേഷൻഷിപ്പും ജെഫൽഷാഫ്റ്റിന്റെ റിലേഷൻഷിപ്പും. ജെമിൻഷാഫ്റ്റ് പേഴ്സണൽ ആണ്, ഇൻഫോർമൽ ആണ്, ട്രഡീഷണൽ ആണ്, സെന്റിമെന്റൽ ആണ്, ജനറൽ ആണ്. ജെഫൽഷാഫ്റ്റ് ആയിരിക്കുമ്പോൾ പേഴ്സണൽ അല്ല, ഇമ്പേഴ്സണൽ ആണ്, ഇൻഫോർമൽ അല്ല, ഫോർമൽ ആണ് അഥവാ കോൺട്രാക്റ്റൽ ആണ്, യൂട്ടാലിറ്റേറിയൻ ആണ്, റിയലിസ്റ്റിക് ആണ്, ഹാർഡ് ബോയിൽഡ് ആണ്, സ്പെഷ്യലൈസ്ഡ് ആണ്. ഇത്രയും കാര്യങ്ങളാണ് ഈ ഒരു ഭാഗത്ത് വരുന്നത്. അടുത്തതാണ് റെഫറൻസ് ഗ്രൂപ്പ്. റെഫറൻസ് ഗ്രൂപ്പ് എന്ന് പറഞ്ഞാൽ എന്താ നമുക്ക് നോക്കാം. റെഫറൻസ് ഗ്രൂപ്പ് refers to any group accepted as model or guide for judgment and action. അതായത് റെഫറൻസ് ഗ്രൂപ്പ് refers to any group accepted as model or guide for our judgment and action. ഓരോ പ്രവർത്തനത്തിനെയും വിലയിരുത്തുന്ന ഗ്രൂപ്പുകളെയാണ് റെഫറൻസ് ഗ്രൂപ്പ് എന്ന് പറയുക. നമ്മൾ ചെയ്യുന്ന ഓരോ പ്രവൃത്തിയെയും എന്ത് ചെയ്യുക? വിലയിരുത്തുക, ജഡ്ജ്മെന്റ് നടത്തുക. അത്തരം ജഡ്ജ്മെന്റ് നടത്തുന്ന ഗ്രൂപ്പുകളെയാണ് ഏത് പേരിൽ അറിയപ്പെടുന്നത്? റെഫറൻസ് ഗ്രൂപ്പ് എന്ന് പറയുക. അതുകൊണ്ട് തന്നെ റെഫറൻസ് ഗ്രൂപ്പ് മേ നോട്ട് ബി ആൻ ആക്ച്വൽ ഗ്രൂപ്പ്, ഇറ്റ് മേ ഈവൻ ബി ആൻ ഇമാജിനറി വൺ. റെഫറൻസ് ഗ്രൂപ്പ് ഒരിക്കലും ആക്ച്വൽ ഗ്രൂപ്പ് അല്ല, ഒരു യഥാർത്ഥ ഗ്രൂപ്പ് അല്ല, അതൊരു ഇമാജിനറി ആണ് എന്നാ പറയുന്നത്. റെഫറൻസ് ഗ്രൂപ്പ് മേ നോട്ട് ബി ആൻ ആക്ച്വൽ, റെഫറൻസ് ഗ്രൂപ്പ് ഒരിക്കലും ഒരു ആക്ച്വൽ ഗ്രൂപ്പ് ആയിരിക്കില്ല, പകരം എന്താണ്? ഒരു ഇമാജിനറി ആണ്, ഇമാജിൻ ചെയ്യുന്ന, അതായത് ഇത് അങ്ങനെയായി നമ്മളെ ജഡ്ജ്മെന്റ് ചെയ്യുന്ന ഗ്രൂപ്പുകളെയാണ് നമ്മൾ എന്ത് പറയുന്നത്? റെഫറൻസ് ഗ്രൂപ്പ്. നമ്മളെ ആരൊക്കെ ജഡ്ജ്മെന്റ് ചെയ്യുന്നുണ്ട് നമുക്കറിയില്ല, പല ആളുകളും നമ്മളെ വിലയിരുത്തുന്നുണ്ടാവും. അങ്ങനെ വിലയിരുത്തുന്ന ഗ്രൂപ്പുകളെയാണ് നമ്മൾ എന്ത് പറയുന്നത്? റെഫറൻസ് ഗ്രൂപ്പ് എന്ന് പറയുന്നത് കേട്ടോ. മാത്രല്ല റെഫറൻസ് ഗ്രൂപ്പിൽ ഏകദേശം 4 പോയിന്റ് ജസ്റ്റ് എന്ന് പറഞ്ഞുതരാം. when members of the first group aspire to membership of the second group. അതായത് റെഫറൻസ് ഗ്രൂപ്പില് ഫസ്റ്റ് ഗ്രൂപ്പിനെ സെക്കൻഡ് ഗ്രൂപ്പ് എന്ത് ചെയ്യാണ്? വിലയിരുത്തുകയാണ് ചെയ്യുക. അപ്പൊ അതേപോലെ തന്നെ when members first group strive to like the members of second group some respect. അതേപോലെ തന്നെ ഫസ്റ്റ് ഗ്രൂപ്പിന് സെക്കൻഡ് ഗ്രൂപ്പ് റെസ്പെക്ട് ചെയ്യാണ് ചെയ്യുക. പിന്നെന്താ പറയണത്? when members first group derive satisfaction from being unlike the members of the second group in some respect. അതായത് ഫസ്റ്റ് ഗ്രൂപ്പിന് സെക്കൻഡ് ഗ്രൂപ്പിൽ നിന്ന് എന്ത് കിട്ടുക? സംതൃപ്തി ലഭിക്കുകയാണ് ചെയ്യുക. നാലാമതായിട്ട് പറയുന്നത് when without necessarily striving to be like or unlike to belong to the second group.
വേണമെങ്കിൽ നമുക്ക് സെക്കൻഡ് ഗ്രൂപ്പിനെ ഇഷ്ടപ്പെടാം, അതല്ലെങ്കിൽ നമുക്ക് സെക്കൻഡ് ഗ്രൂപ്പിനെ നിരാകരിക്കാം. അങ്ങനെ നമ്മൾ ഓരോരുത്തരെ കുറിച്ചും വിലയിരുത്തുകയും ഇമാജിനറി ആയിട്ട് നമ്മൾ സങ്കല്പിക്കുകയും ചെയ്യുന്ന കാര്യങ്ങളെയാണ് ഏത് പേരിൽ അറിയപ്പെടുന്നത്? റഫറൻസ് ഗ്രൂപ്പ് എന്ന് പറയും. ഒരിക്കലും റഫറൻസ് ഗ്രൂപ്പ് ഒരു ആക്ച്വൽ ഗ്രൂപ്പ് ആയിരിക്കില്ല, ഒരു ഇമാജിനറി ആയിരിക്കും കേട്ടോ. അതേപോലെ നമുക്ക് വേറെ ഒരുപാട് ഗ്രൂപ്പുകളുണ്ട്. ഏതൊക്കെയാണ്? വെർട്ടിക്കൽ ആൻഡ് ഹൊറിസോണ്ടൽ ഗ്രൂപ്പ്. വെർട്ടിക്കൽ ആയിട്ടും ഹൊറിസോണ്ടൽ ആയിട്ടും വരുന്ന ഗ്രൂപ്പുകളെയാണ് എന്ത് പറയാ? വെർട്ടിക്കൽ ഓർ ഹൊറിസോണ്ടൽ ഗ്രൂപ്പ്. അതിൽ ആരൊക്കെ വരിക എന്ന് പറഞ്ഞാൽ ഒക്യുപ്പേഷനെ അടിസ്ഥാനപ്പെടുത്തിയായിരിക്കും, തൊഴിലിനെ അടിസ്ഥാനപ്പെടുത്തിയുള്ള ഗ്രൂപ്പാണിത്. അതുകൊണ്ട് ഡോക്ടേഴ്സ്, ഇലക്ട്രീഷ്യൻ, എഞ്ചിനീയേഴ്സ് ഇവരൊക്കെ വരുന്ന ഗ്രൂപ്പുകളെയാണ് വെർട്ടിക്കൽ ആൻഡ് ഹൊറിസോണ്ടൽ ഗ്രൂപ്പ് എന്ന് പറയാം. അതേപോലെ ഇൻസ്റ്റിറ്റ്യൂഷണൽ ആൻഡ് നോൺ ഇൻസ്റ്റിറ്റ്യൂഷണൽ ഗ്രൂപ്പ്. ഇൻസ്റ്റിറ്റ്യൂഷണൽ ഗ്രൂപ്പ് എന്ന് പറയുമ്പോൾ ഇൻസ്റ്റിറ്റ്യൂഷണൽ ഗ്രൂപ്പ് ആർ ദോസ് വിച്ച് ഫങ്ഷൻ ത്രൂ റിച്വൽ, സിമ്പിൾ, ഓഫീസേഴ്സ്, കോഡ് ഓഫ് കോണ്ടാക്ട്, റെഗുലേറ്ററി പവർ ഇൻക്ലൂഡിംഗ് പവർ ടു പണിഷ്. ദ നാഷൻ ഈസ് ആൻ ഇൻസ്റ്റിറ്റ്യൂഷണൽ ഗ്രൂപ്പ്. അതായത് നമ്മളുടെ രാജ്യത്തെ സേവനം നടത്തുന്ന ഓഫീസേഴ്സുകളെ, അതേപോലെ തന്നെ കോഡ്സ് ഓഫ് കണ്ടക്ട്, റെഗുലേറ്ററി പവർ ഇൻക്ലൂഡിംഗ് പവർ ടു പണിഷ്, അവരെയൊക്കെ ഏതിൽ വരിക? ഇൻസ്റ്റിറ്റ്യൂഷണൽ ഗ്രൂപ്പിൽ വരിക. നോൺ ഇൻസ്റ്റിറ്റ്യൂഷണൽ ഗ്രൂപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? ഇൻസ്റ്റിറ്റ്യൂഷണൽ ഗ്രൂപ്പിൽ കോൺട്രാക്റ്റ് ആയി നിൽക്കുന്ന, കോൺട്രാക്ട് ടു പിക്നിക് പാർട്ടിയെയാണ് എന്ത് പറയാ? നോൺ ഇൻസ്റ്റിറ്റ്യൂഷണൽ ഗ്രൂപ്പ് എന്ന് പറയാ. അപ്പോ രണ്ട് ഇൻസ്റ്റിറ്റ്യൂഷണലും ഉണ്ട്, നോൺ ഇൻസ്റ്റിറ്റ്യൂഷണലും ഉണ്ട്. ഇൻസ്റ്റിറ്റ്യൂഷണൽ ഗ്രൂപ്പ് ആയിരിക്കുമ്പോൾ റിച്വൽസ്, സിമ്പിൾസ്, ഓഫീസേഴ്സ്, കോഡ്സ് ഓഫ് കണ്ടക്ട്, റെഗുലേറ്ററി പവർ ഇതൊക്കെയാണ് ഇൻസ്റ്റിറ്റ്യൂഷനിൽ വരിക. നോൺ ഇൻസ്റ്റിറ്റ്യൂഷണൽ ആയിരിക്കുമ്പോൾ ദ സ്റ്റേറ്റ് ആസ് ആൻ അസോസിയേഷൻ ഓഫ് സിറ്റിസൺ ഫോർ പവർ ഈസ് ആൻ ഇൻസ്റ്റിറ്റ്യൂഷണൽ ഗ്രൂപ്പ് ഇൻ കോൺട്രാക്ട് ടു പിക്നിക് പാർട്ടി വിച്ച് ഈസ് എ നോൺ ഇൻസ്റ്റിറ്റ്യൂഷണൽ ഗ്രൂപ്പ്. അതേപോലെ തന്നെ കോൺട്രാക്റ്റൽ ആൻഡ് നോൺ കോൺട്രാക്റ്റൽ ഗ്രൂപ്പ്. കോൺട്രാക്റ്റൽ ഗ്രൂപ്പ് ബോൺ വിത്ത് എ കോൺട്രാക്ട് വിത്ത് ഡെഫിനിഷൻ ഓഫ് പവർ ആൻഡ് റെസ്പോൺസിബിലിറ്റി ഓഫ് ദ മെമ്പേഴ്സ് ആസ് വെൽ ആസ് ഓഫ് ദ ഗ്രൂപ്പ്. കോൺട്രാക്റ്റൽ ഗ്രൂപ്പ് പറഞ്ഞാല് ഒരുപാട് ഉത്തരവാദിത്തങ്ങളും പവറും റെസ്പോൺസിബിലിറ്റിയും ഇൻവോൾവ്ഡ് ആയിട്ടുള്ള ഗ്രൂപ്പുകളെയാണ് കോൺട്രാക്റ്റൽ ഗ്രൂപ്പ് എന്ന് പറയാ. അതേപോലെ തന്നെ നോൺ കോൺട്രാക്റ്റൽ ഗ്രൂപ്പ് പറഞ്ഞാല് സ്റ്റുഡൻസ്, പാസഞ്ചേഴ്സ് അവരെയൊക്കെയാണ് നോൺ കോൺട്രാക്റ്റൽ ഗ്രൂപ്പ് എന്ന് പറയാ. കോൺട്രാക്റ്റൽ ഗ്രൂപ്പ് പറഞ്ഞാൽ ഒരുപാട് ഉത്തരവാദിത്തങ്ങൾ നിർവഹിക്കുന്ന ഗ്രൂപ്പുകളെ കോൺട്രാക്റ്റൽ ഗ്രൂപ്പ്, റെസ്പോൺസിബിലിറ്റി, പവറും റെസ്പോൺസിബിലിറ്റി ഇൻവോൾവ്ഡ് ആയിട്ടുള്ള ഗ്രൂപ്പാണ് കോൺട്രാക്റ്റൽ ഗ്രൂപ്പ്. നോൺ കോൺട്രാക്റ്റൽ ഗ്രൂപ്പ് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? നോൺ കോൺട്രാക്റ്റൽ ആയിരിക്കുമ്പോൾ അത് വിദ്യാർത്ഥികളെയും പാസഞ്ചേഴ്സ് യാത്രക്കാരെയൊക്കെയാണ് നോൺ കോൺട്രാക്റ്റൽ ഗ്രൂപ്പിൽ ഉൾപ്പെടുത്തുന്നത്. ഇനി വോളണ്ടറി ആൻഡ് ഇൻവോളണ്ടറി ഗ്രൂപ്പ്. വോളണ്ടറി ഗ്രൂപ്പ് ഈസ് വൺ വിച്ച് പേഴ്സൺ ജോയിൻ ഈസ് ഓവൺ. ഇറ്റ് ഈസ് ഓപ്ഷൻ വെദർ ഹി വാണ്ട്സ് ടു റിമെയിൻ മെമ്പർ ഓർ നോട്ട്. അതായത് വോളണ്ടറി ഗ്രൂപ്പ് ആയിരിക്കുമ്പോൾ ക്ലബ് മെമ്പർഷിപ്പ്, ഒരു ക്ലബിൽ മെമ്പർഷിപ്പ് എടുക്കുന്നതാണ് ഏത്? വോളണ്ടറി ഗ്രൂപ്പ് ആയിട്ട് അറിയപ്പെടുക. എന്നാല് കിൻഷിപ്പ് ഓർ കാസ്റ്റ് ഗ്രൂപ്പിൽ വരുന്നതാണ് ഇൻവോളണ്ടറി ഗ്രൂപ്പ്. വോളണ്ടറി ഗ്രൂപ്പ് ആയിരിക്കുമ്പോൾ ചില കമ്മിറ്റികളിലോ ക്ലബിലോ ഒക്കെ അംഗത്തുള്ളവരെ വോളണ്ടറി ഗ്രൂപ്പ് അറിയും. ഇൻവോളണ്ടറി ഗ്രൂപ്പ് ആയിരിക്കുമ്പോൾ കിൻഷിപ്പ്, കാസ്റ്റ്, രക്തബന്ധമോ ജാതീയമായിട്ടുള്ള മെമ്പർഷിപ്പുകളെയാണ് ഇൻവോളണ്ടറി ഗ്രൂപ്പ് എന്ന് പറയുക. ഇനി ഇൻഫോർമൽ ഓർ ഫോർമൽ ഗ്രൂപ്പ്. ഇൻഫോർമൽ ഗ്രൂപ്പ് ആയിരിക്കുമ്പോൾ ഒരു പ്രൈമറി ആയിരിക്കും. അവിടെ പേഴ്സൺ വർക്ക് ടുഗദർ ടു അറ്റൈൻ കോമൺ ഗോൾ. ഒരു പൊതുവായിട്ടുള്ള ഗോളിന് മാത്രമായിരിക്കും ഇൻഫോർമൽ ഉണ്ടായിരിക്കുക. ഫോർമൽ ആയിരിക്കുമ്പോ എങ്ങനെയായിരിക്കും? ഫോർമൽ ആയിരിക്കും. ദർ ഈസ് നോ സെറ്റ് ഫോർമൽ റൂൾ റെഗുലേഷൻ ഗവേൺ ദ റിലേഷൻഷിപ്പ്. റൂൾസും റെഗുലേഷനും ഫോളോ ചെയ്യുന്നതായിരിക്കും ഫോർമൽ ഗ്രൂപ്പ്. ഇൻഫോർമൽ ആയിരിക്കുമ്പോൾ കോമൺ ഗോൾ ആയിരിക്കും. ഫോർമൽ ആയിരിക്കുമ്പോൾ റൂൾസും റെഗുലേഷൻസും ഒക്കെ ഫോളോ ചെയ്യുന്നതാണ് ഫോർമൽ ഗ്രൂപ്പ്. ഇനി നമ്മൾക്ക് സോഷ്യൽ ഗ്രൂപ്പും കമ്മ്യൂണിറ്റിയും തമ്മിലുള്ള വ്യത്യാസമാണ് നോക്കാനുള്ളത്. സോഷ്യൽ ഗ്രൂപ്പ് ആൻഡ് കമ്മ്യൂണിറ്റി ഡിഫറൻസ്. സോഷ്യൽ ഗ്രൂപ്പ് പറയുന്നത് എന്തൊക്കെയാണ് സോഷ്യൽ ഗ്രൂപ്പും കമ്മ്യൂണിറ്റി ഗ്രൂപ്പും തമ്മിലുള്ള ഡിഫറൻസ് എന്ന് നോക്കാം.
ഗ്രൂപ്പ് ഈസ് ആൻ ആർട്ടിഫിഷ്യൽ ക്രിയേഷൻ. സോഷ്യൽ ഗ്രൂപ്പ് ആയിരിക്കുമ്പോൾ ആർട്ടിഫിഷ്യൽ ക്രിയേഷൻ ആയിരിക്കും, എന്നാൽ കമ്മ്യൂണിറ്റി ആയിരിക്കുമ്പോൾ നാച്ചുറൽ ഗ്രോത്ത് ആയിരിക്കും. അതേപോലെ തന്നെ ഗ്രൂപ്പ് ഈസ് ഫോംഡ് ടു റിയലൈസ് സം, ഇത് യഥാർത്ഥമായിരിക്കും. മറ്റേത് കമ്മ്യൂണിറ്റി ഇൻക്ലൂഡ് ദ ഹോൾ സർക്കിൾ ഓഫ് സോഷ്യൽ ലൈഫ്. ഇവിടെ സോഷ്യൽ ഗ്രൂപ്പ് ആയിരിക്കുമ്പോൾ ഗ്രൂപ്പ് ഈസ് ആൻ ആർട്ടിഫിഷ്യൽ ക്രിയേഷൻ ആയിരിക്കും, ഇവിടെ കമ്മ്യൂണിറ്റി ഈസ് എ നാച്ചുറൽ ഗ്രോത്ത് ആയിരിക്കും. ഇവിടെ ഗ്രൂപ്പ് ഈസ് ഫോംഡ് ടു റിയലൈസ് സം ആയിരിക്കും, ഇവിടെ കമ്മ്യൂണിറ്റി ഇൻക്ലൂഡ് ഓൾ സർക്കിൾ ഓഫ് സോഷ്യൽ ലൈഫ് ആയിരിക്കും. ഇവിടെ മെമ്പർഷിപ്പ് ഓഫ് ഗ്രൂപ്പ് ഈസ് വോളണ്ടറി ആയിരിക്കും, ഇവിടെ കമ്മ്യൂണിറ്റി ആയിരിക്കുമ്പോൾ മെമ്പർഷിപ്പ് ഓഫ് കമ്മ്യൂണിറ്റി ഈസ് കമ്പൽസറി ആയിരിക്കും. ഇവിടെ ഗ്രൂപ്പ് ഈസ് കമ്പാരിറ്റീവ്ലി ടെമ്പററി ആയിരിക്കും, കമ്മ്യൂണിറ്റി ആയിരിക്കുമ്പോൾ കമ്മ്യൂണിറ്റി കമ്പാരിറ്റീവ്ലി പെർമനന്റ് ആയിരിക്കും. ഗ്രൂപ്പ് ആയിരിക്കുമ്പോൾ താൽക്കാലികമായിരിക്കും, കമ്മ്യൂണിറ്റി ആയിരിക്കുമ്പോൾ പെർമനന്റ് ആയിരിക്കും. ഗ്രൂപ്പ് ഈസ് എ പാർട്ട് ഓഫ് കമ്മ്യൂണിറ്റി, ഗ്രൂപ്പ് കമ്മ്യൂണിറ്റിയുടെ പാർട്ടാണ് ഗ്രൂപ്പ്. ഗ്രൂപ്പ് ഈസ് എ പാർട്ട് ഓഫ് കമ്മ്യൂണിറ്റി, കമ്മ്യൂണിറ്റിയുടെ പാർട്ടാണ് ഗ്രൂപ്പ്. എന്നാൽ കമ്മ്യൂണിറ്റി ഈസ് എ ഹോൾ, കമ്മ്യൂണിറ്റി എന്ന് പറയുന്നത് മൊത്തമാണ്. കമ്മ്യൂണിറ്റിയുടെ പാർട്ടാണ് ഗ്രൂപ്പ്, പക്ഷെ കമ്മ്യൂണിറ്റി അറിയുന്നത് ഹോളാണ്, മൊത്തത്തിലുള്ളതാണ്. ഇത് ഇമ്പോർട്ടന്റ് ആട്ടോ. സോഷ്യൽ ഗ്രൂപ്പും കമ്മ്യൂണിറ്റിയും തമ്മിലുള്ള ഡിഫറൻസ്, സോഷ്യൽ ഗ്രൂപ്പ് ഒരു ആർട്ടിഫിഷ്യൽ ആണ്, കമ്മ്യൂണിറ്റി എന്ന് പറയുന്നത് നാച്ചുറൽ ആണ്. ഇത് റിയലൈസം ആയിരിക്കും, ഇതെങ്ങനെയായിരിക്കും സോഷ്യൽ ലൈഫിനെ മൊത്തത്തില് ഇൻവോൾവ്ഡ് ആയിരിക്കും. ഇവിടെ മെമ്പർഷിപ്പ് എന്ന് പറയുന്നത് വോളണ്ടറി ആണ്, ഇവിടെ കമ്പൽസറി ആണ്. ഇത് ടെമ്പററി ആയിരിക്കും, ഗ്രൂപ്പ് ആയിരിക്കുമ്പോൾ ടെമ്പററി ആയിരിക്കും, എന്നാൽ കമ്മ്യൂണിറ്റി ആയിരിക്കുമ്പോൾ പെർമനന്റ് ആയിരിക്കും. ഗ്രൂപ്പ് എന്ന് പറയുന്നത് കമ്മ്യൂണിറ്റിയിൽ ഉണ്ടാകുന്ന ഒരു പാർട്ടാണ് ഗ്രൂപ്പ്, എന്നാൽ കമ്മ്യൂണിറ്റി എന്ന് പറയുന്നത് ഹോളാണ്, മൊത്തത്തിലുള്ളതാണ്. അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് ഈ തേർഡ് ബ്ലോക്കിലെ 9ാമത്തെ യൂണിറ്റിൽ നിങ്ങൾക്ക് പറഞ്ഞു തരാനുണ്ടായിരുന്നത്. അപ്പൊ ഇത്രയും കാര്യങ്ങൾ നിങ്ങൾക്ക് വ്യക്തമായിട്ടുണ്ടായിരിക്കും. ഇനി എന്ത് ഡൗട്ട് ഉണ്ടെങ്കിലും നമുക്ക് ലൈവ് ക്ലാസ്സിൽ ഡിസ്കഷൻ നടത്താം. ഓക്കെ.